तुझसे दूर होकर तुझको भूल कर कुछ भी नहीं मैं कर सकूं। तुझसे दूर होकर तुझको भूल कर कुछ भी नहीं मैं कर सकूं। तुझको दूर होकर तुझके भूल कर कुछ भी नहीं मैं कर सकूं। तुझसे दूर होकर तुझको भूल कर कुछ भी नहीं मैं कर सकूं। मोहब्बत है, मोहब्बत है, मोहब्बत है यीशु से। मोहब्बत है, मोहब्बत है, मोहब्बत है यीशु से। मोहब्बत है, मोहब्बत है, मोहब्बत है यीशु से। കരങ്ങളടിച്ച് ഒരു പാട്ടുടെ പാടി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. മന്നാ ജയ ജയ, മന്നാ ജയ ജയ, മാനുവേലനെ മകേശ. എല്ലാവർക്കും അറിയാവുന്ന ഒരു പഴയ ഗാനം നമുക്ക് ഒരുമിച്ച് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. Praise the Lord. मन्ना जय जय, मन्ना जय जय, मानुवेलने मगेश, महाराजने मगेश, महाराजने.
ഹല്ലേലൂയ ഹല്ലേലൂയ റബലബ ശബ്ദരാധര അർത്ഥനാരഗദഗദഗദഗദഗദന അക്കുരാല ബൗളവാരഗദഗദഗദഗദഗദന. ആമേൻ. ഒരു സെക്കൻഡ് എല്ലാവരും കണ്ണുകളടച്ച കാൽവറിയിലേക്കൊന്ന് നോക്കിക്കാട്ടെ. യേശുവിന്റെ മുഖം ഒന്ന് ദർശിച്ചാട്ടെ. എനിക്ക് വേണ്ടി തകർക്കപ്പെട്ട യേശു. മനസ്സോടെ ശാപമാരത്തിൽ തൂങ്ങിയ മാനുവേല ദൈവജാത. മനസ്സോടെ ശാപമാരത്തിൽ തൂങ്ങിയ മാനുവേല ദൈവജാത. നിനക്കീ വേദന വാരുത്തി വച്ചത് നീജൻ ഞാനയ്യോ. നിനക്കീ വേദന വാരുത്തി വച്ചത് നീജൻ ഞാനയ്യോ. ഞങ്ങളുടെ കർത്താവേ, സ്വർഗ്ഗീയ പിതാവേ, ഇത്രത്തോളം സഹായിച്ച കൃപയ്ക്കായി സ്തോത്രം. ഈ 3 ദിവസക്കാലം പ്രിയ കർത്താവിന്റെ ദാസന്മാരോട് ചേർന്ന് ഈ ശുശ്രൂഷയിൽ പങ്കാളിത്തം വഹിപ്പാൻ പരിശുദ്ധാത്മാവ് സഹായിച്ച കൃപയ്ക്കായി സ്തോത്രം. കർത്താവേ, അവിടുത്തെ പ്രവർത്തനങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവിന്റെ കൃപ ഇത്രത്തോളം സഹായിച്ചതിനായി സ്തോത്രം. മഹത്വം എടുക്കുന്നതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലെസ് യു. കർത്താവെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ചർച്ചകോട് മസ്കറ്റിന്റെ സിൽവർ ജൂബിലി സെലിബ്രേഷൻ ചെയ്യുന്ന ഈ വർഷം ഇങ്ങനെ ഒരു കൺവെൻഷനായി 3 ദിവസമായി ദൈവത്തിന്റെ സന്നിധിയിൽ കടന്നു വരുവാൻ ദൈവം ഒരുക്കിയ അവസരത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എല്ലാം ഭംഗിയായി നടത്തി തന്ന സർവശക്തനായ ദൈവത്തിന് ഹല്ലേലൂയ, സ്തോത്രം, നന്ദി കരയറ്റുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. ഇതിന്റെ പിന്നിൽ ഹല്ലേലൂയ, സ്തോത്രം, ഇതിന്റെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാവരോടുമുള്ള നന്ദിയും സ്നേഹവും ഈ സമയത്ത് ഞാൻ അറിയിക്കുകയാണ്. പ്രത്യേകമായിട്ട് ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് നാട്ടിൽ നിന്ന് സൂം പ്ലാറ്റ്ഫോമിൽ കൂടി ദൈവദിനം പ്രഘോഷിച്ച പാസ്റ്റർ അനീഷ് തോമസിനോടുള്ള നന്ദിയും സ്നേഹവും മസ്കറ്റ് ചർച്ച് ബോർഡിന്റെ നാമത്തിൽ ഞാൻ ഈ സമയം അറിയിച്ചുകൊള്ളുന്നു. പാസ്റ്ററിന്റെ ദൈവവചന ശുശ്രൂഷ ഞങ്ങൾക്ക് അനുഗ്രഹമായിരുന്നു. ദൈവദാസന്റെ ശുശ്രൂഷ മണ്ഡലങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. കഴിഞ്ഞ 2 ദിവസങ്ങളും പ്രത്യേകമായിട്ട് ഇന്നും വർഷിപ്പ് ലീഡ് ചെയ്ത് ഗാനശുശ്രൂഷയിൽ കൂടെ നമ്മെ സഹായിച്ച ബർഷേബ മിനിസ്ട്രി ഈ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകമായി ഇവാഞ്ചലിസ്റ്റ് ടീമിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഗാനങ്ങൾ പാടി പരിശുദ്ധാത്മാവിന്റെ നിറവിൽ പാട്ടുപാടുവാനും ഈ ശുശ്രൂഷ സഹായിപ്പാനും ഇവാഞ്ചലിസ്റ്റ് KP രാജൻ ടീമിനും ദൈവം സഹായിച്ചു, ബലപ്പെടുത്തി. ചർച്ചകോട് മസ്കറ്റിന്റെ പേരുള്ളതായ നന്ദിയും സ്നേഹവും ഈ സമയത്ത് ഞങ്ങൾ അറിയിക്കുന്നു. ഇത് കൂടാതെ ഹല്ലേലൂയ, സ്തോത്രം, ഈ മീറ്റിംഗ് പ്രാർത്ഥിച്ചു തുടങ്ങിയത് നമ്മുടെ മലബാറിലുള്ള ജെയിംസ് പാസ്റ്റർ ആണ്. ഇന്ന് അവസാന ദിവസത്തെ മീറ്റിംഗിൽ പ്രാർത്ഥിപ്പാനായിട്ട് തുളസി പാസ്റ്റർ കടന്നു വരാത്ത ദൈവം സഹായിച്ചല്ലോ. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നു. ഞാൻ നോക്കുമ്പോൾ കഴിഞ്ഞ 25 വർഷത്തെ
നമ്മുടെ സഭയുടെ വളർച്ചയിൽ നോക്കുമ്പോൾ 1996 ഒക്ടോബർ മാസം 26 തുളസി പാസ്റ്ററാണ് ഈ പ്രാർത്ഥിച്ച ഈ സഭ തുടങ്ങുന്നത്. ഇന്ന് 25 വർഷമാകുന്ന ഈ സമയത്ത് പാസ്റ്ററിനും ഈ കൺവെൻഷനിൽ കടന്നു വരുവാനും പ്രാർത്ഥിപ്പാനും ദൈവം അവസരം ഒരുക്കല്ലോ. അതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നു. മാത്രമല്ല, പ്രാർത്ഥിച്ചിട്ട് സഭയ്ക്ക് വേണ്ടി എല്ലാം ചെയ്തിട്ട് പോയത് മാത്രമല്ല, ഈ സഭയുടെ വളർച്ചയിൽ പ്രത്യേകമായിട്ട് ആന്ധ്രാപ്രദേശിന്റെ വേലയിൽ അവിടെ നമ്മുടെ സോഷ്യൽ പ്രവർത്തനം തുടങ്ങിയിരിക്കുന്ന അതിലൊക്കെയും ആക്റ്റീവായിട്ട് പകവാക്കാകുവാൻ തുളസി പാസ്റ്ററിൻ ദൈവം അടുത്ത് ഉപയോഗിച്ച് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നു. ഈ കൺവെൻഷനിലേക്ക് കടന്നു വന്ന പ്രാർത്ഥിച്ച തുളസി പാസ്റ്ററിനോടും അതുപോലെ തന്നെ ജെയിംസ് ജോൺ പാസ്റ്ററിനോടും മറ്റുള്ള എല്ലാ ദൈവദാസന്മാരോടും, പ്രത്യേകമായിട്ട് ബിജു പാസ്റ്റർ, അനേക ദൈവദാസന്മാർ ഈ മീറ്റിംഗിൽ കടന്നു വന്നിട്ടുണ്ട്. അവരെല്ലാം ഓർത്തും ഞാൻ ഈ സമയത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ചാച്ചക്കോട് മസ്കരയുടെ നന്ദിയും സ്നേഹവും ഈ സമയത്ത് അറിയിക്കുകയാണ്. കൂടാതെ നാട്ടിൽ നിന്നും മറ്റു പല സ്ഥലങ്ങളിൽ നിന്നും ഈ കൺവെൻഷനിൽ പങ്കുചേർന്ന അനേക ദൈവദാസന്മാരുണ്ട്, സഹോദരി സഹോദരന്മാരുണ്ട്. അവരെല്ലാം ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം നിങ്ങളെല്ലാം ഐശ്വര്യമായി അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. കടന്നു വന്ന് ഹല്ലേലൂയ ഈ കൺവെൻഷനിൽ പങ്കെടുത്തതിനുള്ള നന്ദി സ്നേഹവും ചർച്ച കൊണ്ട് പേരിൽ ഞാൻ ഈ സമയത്ത് അറിയിക്കുകയാണ്. മാത്രമല്ല, ഈ കൺവെൻഷന് വേണ്ടതായ എല്ലാ ഉപദേശങ്ങളും തന്ന് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്ത നമ്മുടെ സീനിയർ പാസ്റ്ററും ചർച്ചകോടിന്റെ ഒമാന്റെ ഓഫീസറുമായിരിക്കുന്ന കുഞ്ഞോം പാസ്റ്ററിനുള്ളതായ നന്ദിയും സ്നേഹവും ഈ സമയത്ത് അറിയിക്കുന്നു. കൂടാതെ ഇതിനു വേണ്ടിയിട്ട് ഈ ടെക്നിക്കലായിട്ടുള്ള സപ്പോർട്ടും മറ്റെല്ലാ കാര്യങ്ങളും, മീഡിയ എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്ത് ഇത് വളരെ ഭംഗിയായ രീതിയിൽ കൊണ്ടുവന്ന പാസ്റ്റർ റൂബിനോടും മറ്റുള്ള സഭയിലുള്ള എല്ലാ സഹോദരി സഹോദരന്മാരുള്ള നന്ദിയും സ്നേഹവും ഞാൻ ഈ സമയം അറിയിക്കുകയാണ്. ഞാൻ കഴിഞ്ഞ 25 വർഷത്തെ കാര്യം നോക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, 1996 15 പേര് മെമ്പേഴ്സായിട്ട് തുടങ്ങിയ സഭയാണ്. ഇന്ന് ഈ സഭ വളർന്ന് ഒമാനിൽ പല ഭാഗങ്ങളിലും ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും ദൈവത്തിന്റെ വേല ചെയ്യുവാൻ തക്കവണ്ണം ദൈവം നമ്മെ ഇടയാക്കി. അനേക നല്ല കാര്യങ്ങൾ ചെയ്യുവാൻ ദൈവം ഈ സഭയെടുത്ത് ഉപയോഗിച്ചു. ഞാൻ അതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്, സ്തോത്രം ചെയ്യാണ്. ദൈവമക്കളെ, സുവിശേഷ വേലയിൽ ഒമാനിൽ തന്നെ 6 സ്ഥലങ്ങളിൽ കൂടി വരുവാനും അവിടെ ദൈവദാസന്മാര് ഈ ചർച്ചകോട് മസ്കറ്റിന്റെ ബ്രാഞ്ചസ് ആയിട്ട് അവിടെ ചർച്ചകളൊക്കെ നല്ല രീതിയിൽ കൂടെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു, ആത്മാക്കൾ നേടിക്കൊണ്ടിരിക്കുന്നത്. കൂടാതെ ആദ്യമായി 2010 മലബാറിൽ നാം പ്രാർത്ഥിച്ച് തുടങ്ങിയതായ വേല, ആദ്യമായി നമ്മൾ 10 സ്ഥലങ്ങളിൽ സ്ഥലം വാങ്ങിച്ച് ആരാധനാലയങ്ങൾ പണിതു കൊടുത്തു. ശേഷമായിട്ട് ആ വേല വളരുവാനിടയായി. അത് കർണാടകയിലും ആന്ധ്രാപ്രദേശ് കർണാടകയിലും അതിനുശേഷമായിട്ട് തമിഴ്നാടിന്റെ അതിർത്തിയിലും ഇവൻ ഗോവയിലും അത് വളർന്ന് പന്തലിച്ചേണ്ട 42 മിഷൻ സെന്റേഴ്സിലൂടി അവിടെ പാസ്റ്റർ ജെയിംസ് ജോണിന്റെ നേതൃത്വത്തില് എല്ലാം ഭംഗിയായി ദൈവം നടത്തിക്കൊണ്ടിരിക്കുന്നു. അതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ശേഷമായി 2018 ആന്ധ്രാപ്രദേശില് നമ്മൾ 5 സ്ഥലങ്ങളിൽ സ്ഥലം വാങ്ങിച്ച് ആരാധനകൾ പണിയുവാൻ തക്കൊണ്ട് ദൈവം നമ്മെ ഉപയോഗിച്ചു. അത് ആരാധന എല്ലാം പണിഞ്ഞു കഴിഞ്ഞു. അവിടെ ആരാധന തുടങ്ങി. വളരെ നല്ല രീതിയിൽ അവിടുത്തെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. അനേക ആത്മാക്കളെ നേടിക്കൊണ്ടിരിക്കുന്ന അതിന്റെ നേതൃത്വം വഹിക്കുന്ന തുളസി പാസ്റ്റർ, ബിനു പാസ്റ്റർ ഇവരുടെ ദൈവത്തെ സ്തോത്രം ചെയ്ത് സ്തുതിക്കുന്നു. നല്ല രീതിയിൽ കടന്നു അനേക ആത്മാക്കൾ വിടുവിക്കപ്പെടുന്നു. ഇനിയും അനേക സ്ഥലങ്ങളിൽ ആരാധനാലയങ്ങൾ പണിയാനായിട്ടുണ്ട്. ദൈവം എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. കൂടാതെ രാജസ്ഥാനിലും
നമുക്ക് വേല തുടങ്ങുവാൻ ദൈവം സഹായിച്ചു. അവിടെയും ഹല്ലേലൂയ സ്തോത്രം ആ സ്ഥലങ്ങൾ വാങ്ങിച്ചു. അവിടെയും ആരാധനകൾ പണിയുവാനും അതിന്റെ മേൽനോട്ടം ജോൺ ജോർജ് പാസ്റ്റർ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അദ്ദേഹം നാട്ടിലായിരിക്കുന്നു, ട്രീറ്റ്മെന്റ് നാട്ടിൽ കടന്നു പോയിരിക്കുന്നതുകൊണ്ടാണ് മീറ്റിൽ കടന്നു വരാൻ കഴിയാഞ്ഞത്. അദ്ദേഹത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്ന, സ്തോത്രം ചെയ്തു. നമ്മൾ മസ്കറ്റിൽ തുടങ്ങിയ ഒരു വേല ദൈവം അത് വളർത്തി. നമ്മൾ ആരും ഒന്നുമില്ല, നമ്മൾ അതിനു വേണ്ടി നിന്നു കൊടുത്തു. ദൈവം നമ്മെ ഹല്ലേലൂയ സ്തോത്രം വളരുമാറാക്കുക ദൈവമാണ്. ഹല്ലേലൂയ. നമ്മൾ ആർക്കും അതിനകത്ത് പ്രശംസിക്കാനോട് ഒന്നുമില്ല. വളർത്തിയത് ദൈവമാണ്. ഇത്രത്തോളം രീതിയിൽ അനേകർക്ക് ആശ്വാസമായി തീരുവാൻ ദൈവം സഹായിച്ചു. കൂടാതെ നിങ്ങൾക്കൊക്കെ അറിയാം, 2002 നമ്മള് ചർച്ചയായിട്ട് ഏതാണ്ട് 21 ഭവനങ്ങൾ സാധുക്കളായിട്ടുള്ളവർക്ക്, പ്രത്യേകമായിട്ട് വിധവമാരായിട്ടിരിക്കുന്ന സഹോദരിമാർക്ക് നമ്മള് ഭവനം വെച്ചു കൊടുക്കുവാൻ തക്കവണ്ണം ദൈവം നമ്മെ ഉപയോഗിച്ചു. ദൈവമക്കളെ, ഇത് കൂടാതെ ടൈം ടു ടൈം ഓരോരുത്തർ നമ്മളിലേക്ക് കടന്നു വന്നിട്ട് ഓരോ ആവശ്യങ്ങൾ പറഞ്ഞ സമയത്ത് നമ്മൾ അതിനുവേണ്ടി ചേർന്നു. കൂടാതെ പാലക്കാട്ട് അന്ത്രേസ് പാസ്റ്റർ എന്ന ആ ദേവദാസൻ ജീവിച്ചിരിപ്പില്ല, എങ്കിൽ അവിടെയും ദൈവത്തിന്റെ പേര് തുടങ്ങാനൊക്കെയും നമ്മളെ സഹായിച്ചു. ഈ ചർച്ചയായിട്ട് നമ്മൾക്ക് ഇതിനൊക്കെയും സ്പോൺസർ ചെയ്തിട്ട് വേണ്ട കാര്യങ്ങളൊക്കെയും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ദൈവം ഈ സഭയെ അനുഗ്രഹിച്ചു. അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളെ സഭയെ കൊണ്ടു തന്നു. ദൈവം അവർക്ക് നന്മകൾ കൊടുത്തു. ദൈവത്തിന് വേണ്ടി ചെലവിടുവാനായിട്ട്, ദൈവവേലയ്ക്ക് വേണ്ടി ചെലവിടേണ്ടതായ നല്ല മനസ്സിനെ ദൈവം അവർക്ക് കൊടുത്തു. ദൈവം അവരെയും അവരുടെ തലമുറയൊക്കെ അനുഗ്രഹിച്ചു. ഞാൻ എല്ലാത്തിനും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്ന സ്തോത്രം. ഇതൊക്കെയും ദൈവത്തിന്റെ പ്ലാനാണ്, പദ്ധതിയാണെന്ന് നാം മനസ്സിലാക്കണം. ഹല്ലേലൂയ സ്തോത്രം. ദൈവമക്കളെ, 25 വർഷം നാം കംപ്ലീറ്റ് ചെയ്യുന്ന ഈ വേളയിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യണം എന്ന ആഗ്രഹമുണ്ട്. അത് ആഗ്രഹിച്ചുകൊണ്ട് തന്നെ പ്രാർത്ഥിച്ച് സഭയിൽ പറഞ്ഞതായ തീരുമാനം ഞാൻ വീണ്ടും ഒരു പ്രാവശ്യം കൂടെ പറയുന്നു. 25 വർഷം പൂർത്തിയാകുന്ന വേളയിൽ 25 നിർധനരായ പെൺകുഞ്ഞുങ്ങളുടെ വിവാഹം കഴിപ്പിക്കാനായിട്ട് ഓരോ പെൺകുഞ്ഞിനും 1,00,000 രൂപ വീതം കൊടുത്ത് 25 പേരുടെ വിവാഹം നടത്തുവാനായിട്ട് സഭയായിട്ട് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. ഇതെല്ലാം ദൈവത്താൽ സംഭവിച്ചു. നമ്മുടെ ദൃഷ്ടിയിൽ ഇതൊക്കെയും ആശ്ചര്യമായിരിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ഒരു സഭ എന്ന് പറയുന്നത് വെറുതെ കൂടി വന്നിട്ട് പ്രാർത്ഥിച്ച് ആരാധിച്ചു പോകുന്നത് മാത്രമല്ല. ഒരു സഭ സ്ഥാപിക്കുമ്പോൾ ദൈവത്തിന് അതിന്റെ പിറകിൽ ഒരുപാട് ഉദ്ദേശങ്ങളുണ്ട്. ദൈവമക്കളെ, ദൈവത്തിന്റെ ഉദ്ദേശങ്ങൾ നിറവേറുവാൻ വേണ്ടി ദൈവം ഓരോരുത്തരെയും ദൈവം എടുത്ത് ഉപയോഗിക്കും ഓരോ സ്ഥലത്ത്. ഞാൻ ആലോചിക്കുന്നു, അന്ന് 2002 കോട്ടയത്തെ ഫിലദൽഫിയ ചർച്ചിൽ അന്ന് ആ വീട് പണിതിട്ട് അതിന്റെ താക്കോൽ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ പാസ്റ്റർ അവിടെ കടന്നു ചെന്നപ്പോൾ ഓരോ ദേവദാസന്റെ ഭാര്യ, ദേവദാസൻ മരിച്ചുപോയി, വിധവയായ സ്ത്രീ, അവരുടെ മകൾക്ക് മാനസികമായിട്ട് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അവർക്ക് ഭവനം വെച്ചു കൊടുപ്പേടയായി. എന്നിട്ട് അവർ പറയുന്നൊരു കാര്യമുണ്ട്, ഞാൻ കഴിഞ്ഞ 20 വർഷമായിട്ട് ദൈവത്തിന്റെ സ്ഥലത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എനിക്കൊരു വീടിന് വേണ്ടിയിട്ട്. ദൈവമക്കളെ, അവരുടെ കണ്ണുനീർ, അവരുടെ പ്രാർത്ഥന ദൈവം കേട്ടിട്ട് ദൈവം പ്രവർത്തിച്ചത് മസ്കറ്റിലെ ഈ ചർച്ചകോട് സഭയിലാണെന്ന കാര്യം മറന്നു പോകരുത്. അത്രമാത്രം ദൈവം ഈ സഭയെ സ്നേഹിക്കുന്നു. അനേകരുടെ കണ്ണുനീർ ഒപ്പുവാൻ, അനേകർക്ക് ആശ്വാസമായി തീരുവാൻ ഈ സഭയെ ദൈവം എടുത്ത് ഉപയോഗിക്കുന്ന ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്, സ്തോത്രം ചെയ്യാണ്. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇതിനു വേണ്ടിയിട്ട് കരങ്ങൾ നീട്ടുന്ന എല്ലാവരെയും ദൈവം ഐശ്വര്യമായി അനുഗ്രഹിക്കട്ടെ. ഞാൻ തുടർന്ന് അങ്ങോട്ട് സംസാരിച്ചിട്ട് സമയം ഇതാക്കി എടുക്കാൻ ആഗ്രഹിക്കുന്നില്ല. നമുക്ക് ദൈവവചനത്തിൽ നിന്ന് കേൾക്കണമല്ലോ. തുടർന്ന് ദൈവവചനം സംസാരിക്കുന്ന മുമ്പായി പാസ്റ്റർ റോബിൻ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നതായിരിക്കും. I was just listening to what Pastor Alexander was talking about. Kind of reminded me of 1 Corinthians chapter 3, where Paul says, I planted, Apollos watered, but it was God who gave the increase. All glory and honor to God and God alone. Amen. Let's look to God in prayer. Father, we thank you for this beautiful Saturday evening that you've given us.
the third day of the celebrating the 25th Silver Jubilee anniversary of our church, Church of God Muscat, Father. 1996, Father, we started off very small, Father, with hardly 15 people, Father. We quite did not understand what was it that you had in mind, Father. But one thing we know for sure, with two pastors telling equally with Father, the amazing prophetic ministry, stating that this was planted by none other than God. Father, those who planted or those who watered does not mean anything, Father, but Amen. only you and you alone, Father, Hallelujah. gave the increase. And thank you for all the things that we just heard, what Pastor Alexander just spoke about right now, Father. Father, we tried, Father, but it has nothing to do with us, Lord, and all glory and all honor goes to you and you alone, Lord. Thank you for this amazing time, Father, of the last 2 days on having to hear from the word of God. Thank you for Pastor Anish Thomas on having to accept our invitation and come to this awesome time that we can all celebrate together and hear from the word of God. Day one, he told us from the word of God, and that was what your words were in regards to, do not let your hearts be troubled. And Father, in expansion of all that, Father, it was really rejuvenating to our souls and into our minds, Lord, on having to know, Father, that you care for us, you love us, Father, and that, Father, you are always ready to give a hand, Father, hallelujah, to understand us, to care for us, to love us, Father, irrespective of what our trespasses is. On day two, yesterday, Father, we did hear that, Father, for those who are backsliding, for those who have literally gone astray from your presence, it is our responsibility as a church to be a shoulder for them to cry on, a shoulder for them to uplift them, to encourage them, and not to judge them and not to criticize them whatsoever. What powerful words of grace, Father. And Father, we know one thing for sure, you've got much in store for us today as well. As we're celebrating this 25th anniversary, those of everyone who's actually listening to my prayer right now, I pray in the name of Jesus that you bless them all, irrespective of whether he's a pastor, he is an evangelist, whether he is a singer, whether he's a worship leader, whether he's a member of the church, irrespective of who it is. Father, we are having just one prayer, Father. Talk to us tonight, Father. Talk to us in a way that we have never heard before, Father. Father, in the book of Ephesians chapter 3, Father, we hear something awesome, and that is, we accepted you as our Lord and Savior into our hearts, and it is through faith that we accepted you. Are we actually making our hearts an environment for you to live? Father, you know that your Holy Spirit and you, who is into our hearts that we accepted into, Father, would never leave us. But is it with mourning and grieving that you are inside our hearts, Father? In our walks, in our deeds, in our actions, in our words, and everything that we do, in the name of Jesus, Father, help us to live a life that is acceptable to you, Father. Father, there's a lot of blemishes in all of our lives, Father, but this very night, Father, help us to reconcile, come back to you, Father, and to know that, Father, just like Moses says, Father, our days are numbered, Father. Help us to understand it could be tomorrow could be the last day of my life, tomorrow could be the last day of someone else's life, Father, but however long that you're going to give us, help us to live a life that is acceptable to you in every way possible. And Father, time and again, Father, we hear pastors speaking, Father, that, Father, your second coming is at hand, Father. Are we prepared? It's been 2,000 years, Father, that we've been hearing, Father, that the message has been flowing around, Father, but we know one thing for sure, everything around the world does speak for itself, and that, Father, and that the rapture could happen in any time, Father. Anybody listening to my prayer right now, Father, I pray that none of us be left behind, Father. Let tonight's night be a great night. We do not want to hear the voice of a man tonight, Father, but we want to hear your voice spoken through Pastor Anish. Thank you for this amazing time. Thank you for this amazing moments. And thank you for this amazing church that we are a part of, Father, as we're celebrating this 25th anniversary. Thank you for this time. In Jesus' name we pray. Amen. Amen. തുടർന്ന് നമുക്ക് ദൈവവചനത്തിൽ നിന്ന് ശ്രവിക്കാം. ദൈവവചന ശുശ്രൂഷയ്ക്ക് വേണ്ടി കർത്തദാസൻ പാസ്റ്റർ അനീഷ് തോമസിനെ ക്ഷണിച്ചുകൊള്ളുന്നു. കർത്താവിന്റെ ധന്യമേറിയ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ.
അനുഗ്രഹിക്കപ്പെട്ട ഈ ദിവസത്തിന്റെ പ്രത്യേക സമയത്ത് ദൈവത്തിന്റെ വചനത്തിന്റെ വക്താവായി നിൽപ്പാൻ ലഭിച്ച വിലപ്പെട്ട അവസരത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ചർച്ച് ഓഫ് ഗോഡ് മസ്കറ്റ് ദൈവസഭ അതിന്റെ പ്രവർത്തന പദത്തിൽ 25 വർഷങ്ങൾ പൂർത്തീകരിക്കുന്ന ഈ പ്രത്യേക സമയത്ത്, വിശേഷിച്ചും ഈ സിൽവർ ജൂബിലി ആനുവൽ കൺവെൻഷനിൽ ദൈവവചനം പ്രസംഗിക്കുവാൻ ലഭിച്ച അവസരം ഭാഗ്യമായി, പദവിയായി, നിയോഗമായി ഞാൻ കരുതുന്നു. ഈ യോഗത്തിലേക്ക് എന്നെ ക്ഷണിക്കുകയും അപ്പോൾ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ദൈവവചന ശുശ്രൂഷകൾ വളരെ ആത്മാർത്ഥമായി സഹകരിക്കുകയും ചെയ്ത ദൈവസഭ ഒഫീഷ്യൽസ്, എല്ലാ ദൈവമക്കളോടുമുള്ള സ്നേഹം, വന്ദനം, നന്ദി ഒരു പ്രാവശ്യം കൂടെ ഓർപ്പിക്കട്ടെ. പ്രത്യേകിച്ചും സഭയ്ക്ക് അനുഗ്രഹിക്കപ്പെട്ട ആത്മീയ നേതൃത്വം നൽകുന്ന പ്രിയ കർത്തൃദാസന്മാർ, പാസ്റ്റർ കുഞ്ഞോൻ വർഗീസ്, പാസ്റ്റർ അലക്സാണ്ടർ ജി വർഗീസ്, അതോടൊപ്പം തന്നെ പ്രിയ പാസ്റ്റർ റോബിൻ ഉൾപ്പെടെയുള്ള എല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങൾ പാടി കർത്താവിന്റെ നാമത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരുന്ന പ്രിയ കർത്തൃദാസൻ ഇവാഞ്ചലിസ്റ്റ് KP രാജൻ ദർശൻ, അദ്ദേഹത്തെ ഓർത്തും ദൈവത്തെ സ്തുതിക്കുന്നു. പ്രത്യാശയുടെ ഗാനങ്ങൾ പാടി ദൈവത്തെ സ്തുതിക്കുവാൻ ഈ രാത്രിയിലും ദൈവം നമ്മെ സഹായിച്ചല്ലോ. ഇന്നത്തെ ദിവസമൊക്കെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ ആശങ്കയുടെ ദിവസമാണ്. സ്തോത്രം. ഒരർത്ഥത്തിൽ ഞങ്ങളും ഒരല്പം ഭയന്നാണ് ഇരിക്കുന്നത്. കാരണം റാന്നിയിലൊക്കെ എൻ്റെ അമ്മയുടെ ബ്രദേഴ്സിന്റെ ഒക്കെ വീടുകളിലൊക്കെ വെള്ളം കയറി. ഇതുപോലെ 2018 അവര് വെള്ളം വരുന്നു, കാര്യമായിട്ട് ഗമനിക്കണമെന്നൊക്കെ പറഞ്ഞെങ്കിലും ഞങ്ങളത്ര കാര്യമാക്കിയില്ല. പക്ഷെ പിറ്റേ ദിവസം 2018 ക്രമാതീതമായ ഒരു വെള്ളത്തിന്റെ കവിഞ്ഞൊഴുക്കുണ്ടാകുകയും ഞങ്ങളുടെ സഭയിലുള്ള പ്രത്യേകിച്ചും സണ്ണിച്ചാൻ ഉൾപ്പെടെയുള്ളവരുടെ ഭവനങ്ങൾ വെള്ളം കയറി ഒത്തിരി നാശനഷ്ടങ്ങൾ ഉണ്ടായി. ആ സമയത്ത് ഞങ്ങൾക്കും അല്പമല്ലാത്ത ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുവാൻ ഇടയായി തീർന്നു. ആ ഒരാശങ്കയൊക്കെ ഉണ്ടെങ്കിൽ പോലും കാലാവസ്ഥയൊക്കെ ഒത്തിരി മാറി. കർത്താവ് അനുവദിച്ചാൽ നാളെ ദൈവം അത്ഭുതം ചെയ്യും എന്നുള്ള ഉറപ്പോടാണ് ഞാൻ ദൈവസ്ഥലായിരിക്കുന്നത്. അപ്പൊ തന്നെ ഇന്നലെ രാത്രിയിൽ ഞാൻ ഇന്നത്തെ ദിവസം ശരിക്കും വല്ലാതെ ഓടിയൊരു ദിവസമാണ്. ഇന്നലെ 11:30 നിങ്ങളുടെ മെസ്സേജ് തീർന്നിട്ട് രാത്രി 1:30 വരെ വേറൊരു മെസ്സേജ് അതിനുവേണ്ടി ദൈവസ്ഥനെ ഇരുന്നു. 1:30 പവർഷനിലെ മുഴുരാത്രി പ്രാർത്ഥനയിൽ ദൈവവചനം പ്രസംഗിക്കാനായിട്ട് കടന്നുപോയി. 6 മണി വരെ അവിടെ പ്രാർത്ഥനയിൽ സഹകരിച്ചു. അതിനുശേഷം 7:30 ഭവനത്തിൽ വന്നിട്ട് വീണ്ടും ഒരു വിവാഹ ശുശ്രൂഷയിൽ ദൈവവചനം സംസാരിക്കേണ്ടതുണ്ടായിരുന്നു. അതിന് കടന്നുപോയി. അതിനുശേഷം ഉച്ച കഴിഞ്ഞ് കടന്നു വന്നു. അത് കഴിഞ്ഞൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. അങ്ങനെ നല്ല തിരക്ക് പിടിച്ച യാത്രകൾ, അതുപോലെ തന്നെ ഒന്ന് ഉറങ്ങാൻ പോലും പറ്റാഞ്ഞ ഒരു സാഹചര്യമൊക്കെ ഉണ്ട്. എങ്കിലും ദൈവമക്കൾ പ്രാർത്ഥിക്കുന്നത് കൊണ്ട് കർത്താവ് ബലപ്പെടുത്തും എന്ന് പരിപൂർണ ഉറപ്പുണ്ട്. ഇളയവരെയൊക്കെ ഓർക്കണേ, പ്രാർത്ഥിക്കണേ. ഞാൻ 2 ദിവസവും ദൈവവചനം സംസാരിച്ചെങ്കിലും എന്നെ കൂടുതലായിട്ടൊന്നും പരിചയപ്പെടുത്തിയില്ല. ഒരു വാക്കിൽ എന്നെ ഒന്ന് പരിചയപ്പെടുത്തി ദൈവവചനത്തിലേക്ക് വരാം. കർത്തൃദാസന്മാരൊക്കെ പറഞ്ഞതുപോലെ തന്നെ എൻ്റെ പേര് അനീഷ് തോമസ് എന്ന, സ്വദേശം റാന്നിയില. റാന്നിക്കടുത്ത് അത്തിക്കയം മടന്തമൺ എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ ജനിച്ചു വളർത്തപ്പെട്ടത്. എൻ്റെ കൊച്ചു പ്രായത്തിൽ തന്നെ എൻ്റെ മാതാപിതാക്കൾ പെന്തക്കോസ് ആരാധനയിലേക്ക് നയിക്കപ്പെടുകയും വിശ്വാസ സത്യങ്ങൾക്ക് വില കൊടുക്കുകയും ചെയ്യുന്ന ഒരു പശ്ചാത്തലത്തിലായി തീർന്നത് കൊണ്ട് തന്നെ ആ ഒരു ആത്മീക അനുഭവത്തിൽ വളരുവാൻ കർത്താവിനെ അനുവദിച്ചു. റാന്നി MS ഹൈസ്കൂളിൽ 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത്, ഇന്നേക്കൊരു 28 വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെ സഭയിൽ നടന്ന ഒരു ഉപവാസ പ്രാർത്ഥനയിൽ വെച്ച് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തന്റെ അഭിഷേകത്താൽ എന്നെ നിറച്ചു. പ്രവചന വരം കർത്താവ് എനിക്ക് അന്ന് തന്നു. അന്ന് ശുശ്രൂഷയ്ക്ക് വേണ്ടി കർത്താവിനെ വേർതിരിച്ചു. ആ സമയത്ത് എനിക്ക് 11 വയസ്സായിരുന്നു. കൃപയാൽ കഴിഞ്ഞ 28 വർഷമായി കർത്താവിനെ പ്രസംഗിക്കാൻ ദൈവ അവസരങ്ങളെ ഒരുക്കുന്നു. 6ാം ക്ലാസ് മുതൽ 12th വരെ MSc പഠിച്ചു. ഡിഗ്രിക്ക് റാന്നി കോളേജിൽ പഠിച്ചു. MAക്ക് ചങ്ങനാശ്ശേരി പഠിച്ചു. പിന്നെ ദൈവശാസ്ത്ര പഠനങ്ങളൊക്കെ അടൂര് പൂർത്തീകരിക്കുവാൻ കർത്താവ് അവസരത്തെ അനുവദിച്ചു. ഈ കാലഘട്ടങ്ങളിലെല്ലാം കർത്താവിന്റെ വചനവുമായി പോകുവാൻ
കർത്താവ് പ്രാപ്തനാക്കി. 2006 കൂടെയാണ് ഞങ്ങള് തിരുവല്ലയ്ക്കടുത്ത് കുറ്റൂര് പടിഞ്ഞാറ്റോതറ എന്ന് പറയുന്ന സ്ഥലത്ത് സ്ഥലം മേടിക്കുന്നത്. അവിടെ വീട് വെച്ച് കർത്താവ് അയക്കുന്ന സ്ഥലങ്ങളിൽ കടന്നുപോയി ദൈവവചനം പറയുന്നു. എൻ്റെ വൈഫ് ലാക്മിയെ സ്കൂളിൽ ടീച്ചറായിട്ട് പഠിപ്പിക്കുന്നു. 3 കുഞ്ഞുങ്ങളാണ് ഞങ്ങൾക്കുള്ളത്. മൂത്ത മകന് 10 വയസ്സ് പ്രായമുണ്ട്, രണ്ടാമത്തെ ആൾക്ക് 7 വയസ്സ് പ്രായമുണ്ട്, ഇളയാളിന് 4 വയസ്സ് പ്രായമുണ്ട്. 3 ആൺകുഞ്ഞുങ്ങൾ. എൻ്റെ പിതാവും മാതാവും എൻ്റെ കൂടെ ഉണ്ട്. ഒരു ബ്രദർ കുടുംബമായി ഖത്തറിൽ. ഞങ്ങളെ ഓർക്കുക, പ്രാർത്ഥിക്കുക. നിങ്ങളെയും ഞങ്ങൾ പ്രാർത്ഥനയും ഓർക്കുന്ന സമയങ്ങളിൽ പ്രാർത്ഥിക്കും. പ്രത്യേകിച്ചും സന്നിച്ചാനൊക്കെ അവിടെ ഉള്ളത് കൊണ്ട് കൈമുറങ്ങര സഭയെ ഓരോ ദൈവമക്കളെ ഓർക്കുന്ന സമയത്ത് പ്രിയപ്പെട്ടവരെയൊക്കെ ഓർക്കുക. കൂട്ടത്തിൽ മസ്കറ്റിലെ സഭയും ഓർക്കാം എന്ന് ദൈവനാമത്തിൽ വാക്ക് തരുന്നു. ദൈവം എല്ലാവരെയും ധാരാളം സഹായിക്കട്ടെ. അടുത്ത വർഷങ്ങളിൽ ദൈവരാജ്യത്തിന്റെ മഹത്വത്തിന് വേണ്ടി കർത്താവിന്റെ വരവ് താമസിച്ചാൽ ഉത്തരോത്തരം പ്രയോജനപ്പെടുവാൻ എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം പ്രാപ്തരാക്കട്ടെ. അവിടുത്തെ ദാസന്മാരായ നമുക്ക് എഴുന്നേറ്റ് ദൈവരാജ്യത്തിന് വേണ്ടി നിൽക്കാം. ദൈവരാജ്യത്തിന്റെ മഹത്വത്തെ അനേകരുടെ മുമ്പിൽ വെളിപ്പെടുത്തുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഞാൻ ഒരു വിവാഹ ശുശ്രൂഷയിൽ ആയിരുന്ന സമയത്താണ് പ്രിയ റോബിൻ വർഗീസ് പാസ്റ്റർ എന്നെ വിളിച്ചിട്ട് കിട്ടാഞ്ഞിട്ടാന്ന് തോന്നുന്നു. മെസ്സേജ് ചോദിച്ചു, പാസ്റ്ററെ ഒരു ഫ്ലെയർ ഉണ്ടാക്കാൻ എന്താ വൈകിട്ട് പ്രസംഗിക്കുന്നത്. സത്യത്തിൽ ആ സമയത്ത് എൻ്റെ മനസ്സിൽ ഒരു ധാരണ ഇല്ലായിരുന്നു എന്തോ പ്രസംഗിക്കുന്നത്. പക്ഷെ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ വന്ന ഒരു ചിന്തയാണ് ലഘുവായ മുഖം. ആ കാര്യം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു. അത് വെച്ച് അദ്ദേഹം ഫ്ലെയർ ഉണ്ടാക്കി അയച്ചു തന്നു. അതുകൊണ്ട് ഇനി മാറാൻ പറ്റത്തില്ലല്ലോ, അത് തന്നെ പ്രസംഗിച്ചല്ല പറ്റത്തുള്ളൂ. എന്താണെങ്കിലും കർത്താവ് അഗതിനുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ദൂതന്റെ കയ്യിൽ തന്നിട്ടുണ്ട്. നമുക്ക് ഒരുമിച്ച് ആ ഭാഗങ്ങളിലേക്ക് കടന്നു പോകാം. വായിക്കാം. മത്തായി സുവിശേഷം 11-ാം അധ്യായത്തിന്റെ 28 തുടങ്ങി 30 വരെയുള്ള തിരുവചന ഭാഗങ്ങൾ. മത്തായി ചാപ്റ്റർ 11 വേഴ്സസ് 28 to 30. 11-ന്റെ 28 തുടങ്ങി 30 വരെയുള്ള തിരുവചന ഭാഗങ്ങൾ. ഒരാള് ശബ്ദത്തിൽ വായിക്കാമോ? എല്ലാവരും എന്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ഞാൻ സൗമ്യതയും താഴ്മയുള്ളവനാകിയാൽ എന്റെ നുകം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പീൻ, എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും. എന്റെ നുകം മൃദുവും എന്റെ ചുമട് ലഘുവും ആകുന്നു. അനുഗ്രഹിക്കപ്പെട്ട വാക്യങ്ങളാണല്ലോ നമ്മൾ വായിച്ചത്. 3 വാക്യങ്ങളിൽ 3 പ്രത്യേകതകളാണ് നമുക്ക് മനസ്സിലാക്കുവാൻ. ഒന്നാമത്തെ വാക്യത്തിൽ ലോകചരിത്രത്തെ എന്നും വിസ്മയിപ്പിച്ചിട്ടുള്ള മഹത്തായ ഒരു ആഹ്വാനമാണ് നമ്മൾ കാണുന്നത്. ഇതുപോലൊരു ആഹ്വാനം ആരും ചെയ്തിട്ടില്ല. ഏത് കാലഘട്ടത്തിലെ മനുഷ്യനെയും നോക്കിക്കൊണ്ട് യേശു വിളിക്കുക, അധ്വാനിക്കുന്നവരെ, ഭാരം ചുമക്കുന്നവരെ, നിങ്ങളെല്ലാവരും എന്റെ അടുക്കുക, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. രണ്ടാമത്തെ വാക്യത്തിൽ ഈ ആഹ്വാനം ചെയ്യുന്ന ആളിന്റെ സ്വഭാവം നമുക്ക് കാണാൻ പറ്റും. ആള് പറയാ, ഞാൻ സൗമ്യതയും താഴ്മയുള്ളവനാകയാൽ എന്റെ നുകവേറ്റ് എന്നോട് പഠിക്കും. അപ്പം രണ്ടാമത്തെ ഭാഗത്ത് ആളിന്റെ സ്വഭാവം. മൂന്നാമത്തെ ഭാഗത്തേക്ക് വരുമ്പോൾ ആഹ്വാനം ചെയ്യപ്പെടുന്ന ആത്മീക അനുഭവത്തിലേക്ക് നയിക്കപ്പെടുന്ന ഒരാൾ അവരുടെ ജീവിതത്തിൽ പുലർത്തേണ്ട ഉത്തരവാദിത്വം കാണാൻ പറ്റും. അപ്പൊ നമ്മൾ വായിച്ച ഈ വാക്യങ്ങൾക്ക് 3 പ്രധാന പ്രത്യേകതകളാണ്. ഒന്നാമത്തെ വാക്യത്തിൽ മഹത്തായ ഒരു ഇൻവിറ്റേഷൻ. രണ്ടാമത്തെ വാക്യത്തിൽ ഇൻവിറ്റേഷൻ ചെയ്യുന്ന ആളിന്റെ ക്യാരക്ടർ. മൂന്നാമത്തെ വാക്യത്തിൽ ആഹ്വാനത്തിൽ ഉൾക്കൊള്ളുന്ന റെസ്പോൺസിബിലിറ്റീസ്. ഈ ഭാഗത്തെ കൃത്യമായിട്ട് മനസ്സിലാക്കണേ. ഈ അധ്യായം പഠിക്കണം. ഈ അധ്യായത്തെ കുറിച്ച് ഒരു തിരിച്ചറിവ് ഉണ്ടാകണമെങ്കിൽ മത്തായി സുവിശേഷത്തിന്റെ പ്രത്യേകത മനസ്സിലാക്കണം. മറ്റ് ഒത്തിരി പ്രത്യേകതകൾ ഉള്ളപ്പോൾ തന്നെ മത്തായി സുവിശേഷത്തെ ഏറ്റവും വ്യത്യസ്തമാക്കുന്നത് യേശുക്രിസ്തുവിന്റെ പ്രധാനപ്പെട്ട 5 പ്രസംഗങ്ങൾ അടങ്ങിയ പുസ്തകമാണ് മത്തായി സുവിശേഷം. ഏതൊക്കെയാ അതെന്ന് ചോദിച്ചാൽ, ഒന്നാമത്തെ പ്രസംഗമാണ്
മത്തായി 5, 6, 7 അധ്യായത്തിലെ പർവ്വത പ്രസംഗം. പർവ്വത പ്രസംഗം സ്വർഗരാജ്യത്തിന്റെ ഒരു മാനിഫെസ്റ്റോ ആയിരുന്നു. ഏത് ഗവൺമെന്റ് ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ അവരവരുടെ ഒരു മാനിഫെസ്റ്റോ പുറത്തിറക്കാറുണ്ട്. അങ്ങനെ ദൈവരാജ്യത്തിന്റെ ഒരു മാനിഫെസ്റ്റോയാ മത്തായി 5, 6, 7 അധ്യായം. അപ്പൊ തന്നെ യേശുവിന്റെ രണ്ടാമത്തെ പ്രസംഗ 10, 11 അധ്യായങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയും. യേശുവിന്റെ മൂന്നാമത്തെ പ്രസംഗം 13-ന്റെ 1 മുതൽ 52 വരെയുള്ള വാക്യങ്ങളിൽ പടകിലിരുന്നു കൊണ്ടുള്ള പ്രസംഗം. യേശുവിന്റെ നാലാമത്തെ പ്രസംഗം 18-ാമത്തെ അധ്യായത്തിൽ മാനസാന്തരത്തെ കുറിച്ചുള്ള പ്രസംഗം. യേശുവിന്റെ 5-ാമത്തെ പ്രസംഗം 24, 25 അധ്യായങ്ങളിൽ തന്റെ മടങ്ങിവരവിനെ കുറിച്ചുള്ള പ്രസംഗം. അപ്പൊ പ്രധാനപ്പെട്ട 5 പ്രസംഗങ്ങൾ മത്തായി സുവിശേഷത്തിൽ കാണാൻ പറ്റും. ഏതൊക്കെയാ? 1, 5, 6, 7 അധ്യായത്തിലെ പർവ്വത പ്രസംഗം. 2, 10, 11 അധ്യായം ദൈവരാജ്യം. 3, 13-ന്റെ 1 മുതൽ 52 വരെ പടകിലിരുന്നു കൊണ്ട്. 4, 18-ാമത്തെ അധ്യായം മാനസാന്തരം. 5, 24, 25 അധ്യായം തനിക്കായി കാത്തിരിക്കുന്ന വിശുദ്ധന്മാരെ ചേർക്കുവാൻ മടങ്ങിവരും. അപ്പം ഈ 5 പ്രസംഗങ്ങൾ എല്ലാം പ്രധാനപ്പെട്ടത്. അപ്പൊ തന്നെ ഇത് യോഗങ്ങളുടെ സമാപന രാത്രി ആയതുകൊണ്ട് ആ മടങ്ങിവരവിനെ കുറിച്ച് 1-2 വാക്കുകളിൽ ഒന്ന് ഓർപ്പിച്ചില്ലെങ്കിൽ അത് ശരിയാകത്തില്ല. അതുകൊണ്ട് 24 യേശുവിന്റെ പരസ്യവരവിന്റെ ഏകദേശം 127ഓളം ലക്ഷണങ്ങൾ പറയുന്ന ഒരു അധ്യായമാണെന്ന പ്രസിദ്ധനായ വേദശാസ്ത്രൻ ജർമ്മൻ ഗ്രിസെ പറയുന്നത്. 127ഓളം അടയാളം. അതിനെ നമുക്ക് 6 ഭാഗമായിട്ട് തിരിക്കാൻ പറ്റും. യേശുവിന്റെ വരവിന്റെ അടയാളം. 1, earthly symptoms, പ്രാപഞ്ചിക ലക്ഷണം. 2, moral symptoms, ധാർമ്മിക ലക്ഷണം. 3, പൊളിറ്റിക്കൽ symptoms, രാഷ്ട്രീയ ലക്ഷണം. 4, സയന്റിഫിക്കൽ symptoms, ശാസ്ത്രീയ ലക്ഷണം. 5, സ്പിരിച്വൽ symptoms, ആത്മീക ലക്ഷണം. 6, ഇത് സിംറ്റംസ് അബൌട്ട് ജ്യൂസ്, യഹൂദനെ സംബന്ധിക്കുന്ന ലക്ഷണം. അപ്പൊ കൃത്യമായിട്ട് പഠിച്ച കർത്താവിന്റെ വരവിന്റെ 6 ലക്ഷണം നമുക്ക് മനസ്സിലാക്കാം. 1, പ്രാപഞ്ചികം. പ്രാപഞ്ചികം എന്ന വാക്കിന്റെ അർത്ഥം പ്രപഞ്ചത്തിൽ സംഭവിക്കുന്നത്. പ്രപഞ്ചത്തിൽ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ യേശുവിന്റെ വരവിന്റെ അടയാളമായിട്ട് നക്ഷത്രങ്ങളിൽ നടക്കുന്നത്, കരയിൽ നടക്കുന്നത്, കടലിൽ നടക്കുന്നത്, പ്രപഞ്ചത്തിൽ സംഭവിക്കുന്ന ലക്ഷണം. ഇനി യേശുവിന്റെ വരവിന്റെ രണ്ടാമത്തെ ലക്ഷണം ധാർമ്മിക ലക്ഷണം. ഞാനതിനെ കൂടുതൽ വിവരിക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം എനിക്ക് ആ പടം 39 വയസ്സേ ഉള്ളൂ. എന്റെ 39 വയസ്സെന്ന് പറയുന്ന പ്രായം കഴിഞ്ഞ് 40, 50, 60 ഒക്കെ വയസ്സുള്ളവർ ഇന്ന് രാത്രി എന്നെ ശ്രദ്ധിക്കുന്നു. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങളുടെ 39-ാമത്തെ വയസ്സിലെ ധാർമ്മികതയാണോ ഇപ്പോഴത്തെ ലോകത്തിന്റെ ധാർമ്മികത? ഇവിടെ ഇരിക്കുന്ന പ്രായമുള്ളവരെല്ലാം ഒരുപോലെ പറയും, ഇല്ല പാസ്റ്ററെ, ധാർമ്മികതയുടെ അടിത്തറ തകർന്നിരിക്കുന്ന ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. പരിപാവനമായ, പരിശുദ്ധമായ, പവിത്രമായ ഭാരത സംസ്കാരത്തിന്റെ അടിത്തറ എന്ന് പറയുന്നത് കുടുംബങ്ങളായി. കുടുംബം എന്ന ആശയത്തെ കുറിച്ച് സനാതനമായ ഒരു നിയമം തന്നെ നമ്മുടെ സമൂഹം കൽപ്പിച്ചാക്കിയിട്ടുണ്ടായി. ആണും പെണ്ണും ചേരുന്നത് ആ കുടുംബം എന്ന കാലഘട്ടത്തിന്റെ നിയമത്തെ കാറ്റിൽ പറത്തിക്കൊണ്ട് ആണും ചേരുന്നത് കുടുംബമാണ്, പെണ്ണും ചേരുന്നത് കുടുംബമാണെന്ന് പറയുന്ന ഒരു കാലത്തിലേക്ക് ലോകത്തിന്റെ ധാർമ്മികത അധപ്പതിക്കപ്പെട്ടുകൊണ്ടിരിക്കുക. ജനാധിപത്യത്തിന്റെ ശ്രീകോവിൽ എന്ന് വിശേഷിപ്പിക്കുന്ന കോടതികൾ പോലും അതിനെ നിയമങ്ങളായി അംഗീകരിക്കുന്ന ഒരു കാലത്താണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. ഒരു കാര്യം സത്യമായിട്ട് മനസ്സിലാക്കുക, ലോകത്തിലെ ധാർമ്മിക മണ്ഡലം അസ്ഥിരമായി കൊണ്ടിരിക്കുക. പ്രിയപ്പെട്ടവരെ, അസ്ഥിരമാകുന്ന ധാർമ്മിക മണ്ഡലത്തിൽ ദൈവമക്കളുടെ പ്രത്യാശ സുസ്ഥിരമായ ഒരു രാജ്യം സ്ഥാപിക്കുവാൻ, ഇളകാത്ത രാജ്യം സ്ഥാപിക്കുവാൻ,
നമ്മുടെ യേശു വരുന്നു. എത്ര പേർക്ക് അപ്രത്യാശയുണ്ട്? ഇളകാത്ത രാജ്യം സ്ഥാപിക്കുവാൻ യേശു വരുന്നു. ധാർമ്മിക ലക്ഷണം. ഈ മൂന്നാമത്തെ ലക്ഷണമാ രാഷ്ട്രീയ ലക്ഷണം. രാഷ്ട്രീയ ലക്ഷണമൊന്നും ഞാൻ വിവരിക്കുന്നില്ല. ജനാധിപത്യം മുഴുവൻ അഴിമതിയുടെ അകത്ത് കുളിച്ചു നിൽക്കുന്ന ഒരു കാലം. ഏകാധിപത്യം തകരുക. പ്രസിഡൻഷ്യൽ ഭരണത്തിന്റെ അടിത്തറകൾ ഇളകുക. ഇളകുന്ന ഭരണകൂടങ്ങളുടെ നടുവിൽ മുമ്പേ ഓർപ്പിച്ചതുപോലെ നമ്മുടെ ഉറപ്പ് ഇളകാത്ത രാജ്യം. ശാസ്ത്രീയ ലക്ഷണം എടുത്തോ. ശാസ്ത്രീയ ലക്ഷണമൊക്കെ പഠിച്ചാല് ദാനിയേലിന്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്, അന്ത്യകാലത്തേക്ക് ഈ പ്രവചനത്തെ മുദ്രയിടരുത്. പലരും ഇത് പരിശോധിക്കുകയും അവരുടെ ജ്ഞാനം വർദ്ധിക്കുകയും ചെയ്യും. അന്ത്യകാലത്തിന്റെ ലക്ഷണം മനുഷ്യന്റെ ജ്ഞാനം വർദ്ധിക്കുമെന്നുള്ളത് സത്യമല്ലേ? ഭയങ്കരമായിട്ട് ജ്ഞാനം വർദ്ധിച്ച ഒരു കാലമല്ലേ ഇത്? ഈ വേൾഡ് ട്രേഡ് സെന്റർ ഒക്കെ തകരുന്ന സമയത്ത് രാവിലെ 8 മണിക്ക് ആകപ്പാടെ 3000-നും 6000-നും പ്ലെയിനുകളാ ലോകം മുഴുവൻ അന്തരീക്ഷത്തിലൂടെ പോയത് ആ 8 മണിക്ക്. പക്ഷെ ഇന്നിപ്പോ ഈ സമയം 10:50 എന്ന് പറയുന്ന ഈ സമയത്ത് ലോകം മുഴുവൻ പ്ലെയിൻ പോകുന്നത് ഏകദേശം 30 ലക്ഷത്തിലധികം ആളുകൾ യാത്ര ചെയ്യുന്നു കോവിഡിന് മുമ്പ്. എത്ര അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. ലോകത്തിലെ യൂണിവേഴ്സിറ്റികളിൽ നിന്ന് 24 മണിക്കൂർ ഒന്നിച്ചിറങ്ങുന്ന പ്രബന്ധങ്ങൾ, ഒരാൾ പുരുഷായുസം മുഴുവൻ വായിച്ചാലും തീരാത്തതുള്ള പ്രബന്ധങ്ങൾ ഇറങ്ങുന്ന ഒരു കാലത്ത് നാം ജീവിക്കുക. ജ്ഞാനം വർദ്ധിക്കുന്നു. ഇത് കടശിക്കാലത്തിന്റെ ലക്ഷണമാണ്, ശാസ്ത്രീയ ലക്ഷണം. ഇനി യേശുവിന്റെ വരവിന്റെ 5-ാം ലക്ഷണമുണ്ട്. കള്ളക്രിസ്തുക്കളും കള്ളപ്രവാചകന്മാരും എഴുന്നേൽക്കുന്നു. 1 രാജാക്കന്മാർ 17:7 ശരിക്കും ഇന്നത്തെ സഭകളുടെ ഒക്കെ അവസ്ഥ. 1 രാജാക്കന്മാർ 17:7 എന്താ അവിടെ എഴുതിയിരിക്കുന്നത്? ദേശത്ത് മഴ പെയ്യായികയാൽ കുറെ ദിവസം കഴിഞ്ഞ ശേഷം തോട് വറ്റിപ്പോയി. പിന്മഴയെന്ന് നോട്ടീസൊക്കെ അടിക്കുമെങ്കിലും നോട്ടീസിനകത്തുള്ള മഴയല്ലാതെ ദേശത്തെങ്ങും എന്ത് ചെയ്യുന്നില്ല, മഴ പെയ്യുന്നില്ല. ഏത് മഴയുടെ കാര്യ? അക്ഷരിക മഴയുടെ കാര്യമല്ല ഞാനീ പറഞ്ഞ്, ആത്മീക മഴയുടെ കാര്യം. ഈ മഴ പെയ്യാതെ സംഭവിച്ച വന്ന എന്നെ സംഭവിക്കും? ഇതൊക്കെ ഒഴുക്കുക അല്ലേ? ഞങ്ങൾ താമസിക്കുന്നതിനോട് അടുത്തൊരാറുണ്ട്, വരട്ടാർ. പേര് തന്നെ അതാ, വരട്ടാർ. അത് പമ്പയുടെ ഒക്കെ ഒരു കൈവഴിയാ. ഒഴുക്കില്ലാത്ത വെള്ളം ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. വെള്ളം കെട്ടിക്കിടക്കും ഒഴുക്കില്ലാത്തത്. ആ വെള്ളം ചീഞ്ഞു നാറാൻ തുടങ്ങും. ഈ വെള്ളത്തിനകത്ത് ഏതെങ്കിലും മീന് ജീവിക്കാൻ പറ്റുമോ? ഒരിക്കലും പറ്റത്തില്ല. അപ്പം ഈ ഒഴുക്കില്ലാത്ത വെള്ളം കെട്ടിക്കിടക്കുന്ന ഈ തോടിന്റെ കരയിൽ 21 ദിവസത്തെ യോഗം നടത്തിയേച്ച് ഞങ്ങളെപ്പോലുള്ള ഉദ്ദേശിമാര് മൈക്കും പിടിച്ചു നിന്ന് ഉറക്കെ പറയാ, കേറട്ടെ. എന്തോ കേറട്ടെന്ന് പറയുന്നറിയോ? മീൻ കേറട്ടെന്ന്. ഒരു വാലുമാക്രി പോലും കേറത്തില്ല ഒഴുക്കില്ലാത്തടത്ത്. ഇങ്ങനെ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലോട്ടെ കലങ്ങി മറിഞ്ഞ് ഇപ്പോഴത്തെ ഈ പെയ്ത്തില്ലേ, ഇപ്പം കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് മസ്കറ്റിൽ പെയ്ത, ഇപ്പൊ ഇവിടെ പെയ്തുകൊണ്ടിരിക്കുന്ന ഈ പെയ്ത്തില്ലേ, ഈ പെയ്ത്ത് അങ്ങോട്ട് കലങ്ങി മറിഞ്ഞ് കുത്തിയൊഴുകി പുതുവളായിട്ട് ചെല്ലുമ്പോ പ്രിയപ്പെട്ടവരെ, ആറ്റിൽ ഒരു സാധനം ഇങ്ങോട്ട് കയറും. എന്തായാലും പറയുന്നേ, നാടൻ ഭാഷ, റാന്നിക്കാരുടെ ഭാഷയെ പറഞ്ഞ ഊത്ത കയറുമെന്നാ പറയുന്നത്. ഊത്ത കയറുക എന്ന് പറഞ്ഞാൽ ഒരു തോട്ടിൽ 1 വർഷത്തിൽ ഒരിക്കൽ നടക്കുന്ന സംഗതിയാ. ഇത് ഭയങ്കര ഊത്തകയറ്റത്തിന്റെ കാലമായത്. നിങ്ങൾ അറിയാതെ പോകല്ല. കോവിഡ് പാൻഡമിക്ക, ലോകം മുഖം മൂടി ധരിച്ചിരിക്കാന്നൊന്നും പറഞ്ഞ് അടങ്ങിയിരിക്കരുത്. ഊത്തകയറ്റത്തിന്റെ സമയ. കഴിഞ്ഞ ശനിയാഴ്ചയൊക്കെ എന്റെ വീട്ടിൽ ഉത്സാഹമായിരുന്നു. കോതമംഗലത്തുനിന്ന് വന്ന് 4 പേര് സ്നാനപ്പെട്ടു. കൂത്താട്ടുകുളത്തുനിന്ന് ആള് വരുന്നു. അവിടുന്ന് ഇവിടുന്ന് പ്രൊഫഷനി പ്രസംഗിക്കുന്നോണ്ട് ഇങ്ങനെ ആളിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു സമയം. എനിക്ക് തോന്നുന്നു ഈ ഒരു 28 വർഷത്തിനകത്ത് ഏറ്റവും കൂടുതൽ പ്രസംഗിച്ചത് ഈ കാലത്താണ്. ഈ 28 വർഷത്തിനകത്ത് ഏറ്റവും കൂടുതൽ രോഗസൂഖ്യങ്ങൾ നടന്നത് ഈ കാലത്താണ്. ഈ 28 വർഷങ്ങൾക്കകത്ത് ഏറ്റവും കൂടുതൽ ആളുകളെ മാനസാന്തരത്തിലേക്ക് നയിക്കാൻ ദൈവം ഉപയോഗിച്ചത് ഈ കാലമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഉറപ്പിച്ചു പറയും, ഇതൊരു ഊത്തകയറ്റത്തിന്റെ സമയമാണ്. അറിയാതെ പോകരുത്.
ഇന്ന് രാത്രി ചർച്ച് ഓഫ് ഗോഡിന്റെ ആനുവൽ കൺവെൻഷന് ഞാൻ വന്ന് പ്രസംഗിക്കുന്നത് എന്തിനാണെന്നറിയോ? ഞങ്ങളുടെ അമ്മാച്ചന്മാരൊക്കെ പണ്ടി മീൻ പിടിക്കാൻ പോകുന്ന സമയത്ത് ഞാനിങ്ങനെ ഉറവിടെ പോയിട്ടുണ്ട്. ഊത്ത കയറുന്നെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ വലിയ മീൻപിടുത്തക്കാരോടല്ല അവർ ഉറക്കെ പറയും, വേണ്ട ഊത്ത കയറുന്നുണ്ട്. സ്വത്രം എന്തിനാണെന്നറിയോ? വലയം വള്ളം എടുത്തോണ്ട് ഇറങ്ങാനായിട്ടാ. ഈ രാത്രി എനിക്കും പറയാനുള്ള ദൂത് ഇത്രേ ഉള്ളൂ, വലയം വള്ളമൊക്കെ എടുത്തോണ്ട് ഇറങ്ങണം. ഇതൊരു ഊത്തകയറ്റത്തിന്റെ സമയമാണ്. ആത്മാക്കളെ കൊയ്തെടുക്കാൻ, ദേശത്തെ പിടിച്ചടക്കാൻ ദൈവം തന്റെ ജനത്തെ നിയോഗിക്കുന്ന സമയങ്ങളാ ഈ കാലഘട്ടം എന്ന് തിരിച്ചറിയുന്ന ദൈവമക്കൾ പറ. അസാധാരണമായ ഒരു ദൈവപ്രവൃത്തി എന്റെ കർത്താവിന്റെ വരവിന് മുമ്പ് ഇത് ഗ്ലോബൽ റിവൈവൽ, അന്ത്യകാല ആഗോള ഉണർവ്. അതിനകത്ത് ഞാനൊരു കാഴ്ചക്കാരനല്ല. ഇല്ല, ഞാൻ അനുവദിക്കത്തില്ല. അങ്ങനെ ഗ്യാലറി നിൽക്കാൻ ഞാൻ എന്നെ അനുവദിക്കത്തില്ല. എനിക്കൊരു റോളുണ്ട്, എനിക്കൊരു പങ്കാളിത്തമുണ്ട്. എത്ര പേര് ആഗ്രഹിക്കുന്നു എന്റെ കർത്താവിന്റെ നാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി എനിക്ക് ഉപയോഗിക്കപ്പെടണമെന്ന് ആഗ്രഹമുള്ള ദൈവമക്കളെ, നിങ്ങളെ പരിശുദ്ധാത്മാവ് ഉപയോഗിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു കാലം. അതിന് പ്രസംഗജാതിനൊന്നും വിഷയമല്ലെന്ന്. ദൈവം ഉപയോഗിക്കാൻ തുടങ്ങിയാൽ സ്വത്രം. ഞാൻ ബൈബിൾ കോളേജിൽ പഠിച്ചിട്ടൊന്നും അല്ലല്ലോ. എന്നെ 11ാമത്തെ വയസ്സിൽ ദൈവം നിയോഗിച്ചു. പായയുടെ വള്ളി വലിച്ചു പറിച്ചുകൊണ്ടിരിക്കുമ്പോഴാ പരിശുദ്ധാത്മാവ് എന്റെ മേൽ പകരപ്പെടുന്നു. അതിന്റെ 3ാമത്തെ ദിവസം ആത്മനിയോഗത്തോട് അന്നത്തെ ഉദ്ദേശിച്ച് പറഞ്ഞ് ഇപ്പൊ അനീഷ് വന്ന് പ്രസംഗിക്കുമെന്ന്. അന്ന് പ്രസംഗിച്ച് തുടങ്ങിയതാ. എനിക്കിന്ന് രാത്രി പറയാനുള്ളത്, ദൈവത്തിന് ഉപയോഗിക്കാൻ ഉരിയാടക്കഴുതയെ കൊണ്ട് സാധിക്കുമെങ്കിൽ എന്നെ നിങ്ങൾ ഉപയോഗിക്കാൻ ദൈവത്തിന് കഴിയത്തില്ല. എത്ര പേര് വിശ്വസിക്കുന്നു ഇതെന്റെ സമയാന്ന്? വിശ്വസിക്കാവോ? ദൈവം നിങ്ങളെ ഉപയോഗിക്കാൻ പോവുകയാണ്. അപ്പം നോക്കിക്കേ, ആത്മീക ലക്ഷണങ്ങൾ നടക്കുന്ന ഒരു കാലം. അതുപോലെ തന്നെ യേശുവിന്റെ വരവിന്റെ 6ാമത്തെ ലക്ഷണമാണ് ഇത് സിംറ്റംസ് അബൌട്ട് ജൂസ്. യഹൂദനെ സംബന്ധിക്കുന്ന ലക്ഷണം. യഹൂദനെ 4 വൃക്ഷങ്ങളോടാ ദൈവം അതിനെ ഉപയോഗിക്കുന്നത്. അത്തി, മുന്തിരി, ഒലിവ്, ബദ. അത്തി എന്തിനെ കാണിക്കുന്നു? അത്തി അവന്റെ രാഷ്ട്രീയം, മുന്തിരി ആത്മീകം, ബദാം സംസ്കാരം അഥവാ കൾച്ചർ, ഒലിവ് കൃഷി, അഗ്രികൾച്ചർ. ഏതെടുത്ത് നോക്കിക്കോ, ഇതിനകത്ത് ഏതെടുത്ത് പഠിച്ചോ, ഒരു കാര്യം കൃത്യമായിട്ട് മനസ്സിലാകും. അത്തി തളിർത്തുകൊണ്ടിരിക്കുക, വേനലിന്റെ അടയാണ്. അപ്പം ഏകദേശം 6 ലക്ഷണം മത്തായി 24 പറഞ്ഞിട്ട് 25 കർത്താവ് സഭയ്ക്ക് 3 മുന്നറിയിപ്പും. അത് പറയാനായി ഇത്രയും നേരം ഇതെല്ലാം പറഞ്ഞു വന്നു. എന്തൊക്കെയാ 3 മുന്നറിയിപ്പ്? മത്തായി 25 3 മുന്നറിയിപ്പ്. 1ാമത്തെ മുന്നറിയിപ്പ് കന്യകമാരുടെ മുന്നറിയിപ്പ്. എത്ര പേരുണ്ടായിരുന്നു കന്യകുമാര്? 10 പേര്. എത്ര പേരുടെ കൈ വിളക്കുണ്ടായിരുന്നു? 10 പേരുടെ കൈ വിളക്കുണ്ടായിരുന്നു. എത്ര പേരുടെ വിളക്കെ തീ കത്തി? 10 പേരുടെ വിളക്കെ തീ കത്തി. ഇപ്പൊ എത്ര പേരുടെ വിളക്കിനകത്ത് എണ്ണയുണ്ട്? അതെനിക്കും അറിയത്തില്ല, കുഞ്ഞോം പാസ്റ്റർക്കും അറിയത്തില്ല, അലക്സാണ്ടർ പാസ്റ്റർക്കും അറിയത്തില്ല, ബിജു പാസ്റ്റർക്കും അറിയത്തില്ല. എണ്ണ ആരുടെയൊക്കെ കയ്യിലുണ്ടെന്നുള്ള കാര്യം എണ്ണ തന്ന ദൈവത്തിനും അറിയാം, എണ്ണയുള്ള വിളക്ക് കയ്യിലിരിക്കുന്ന നമുക്കും അറിയാം. വല്ലപ്പോഴും ഒക്കെ ഒന്ന് കുലുക്കി നോക്കണേ എണ്ണയുണ്ടോ എന്ന്. ഹലോ, ഞാൻ പറഞ്ഞ മനസ്സിലായോ? വല്ലപ്പോഴും ഒക്കെ ഒന്ന് കുലുങ്ങി നോക്കണേ എണ്ണയുണ്ടോ എന്നുള്ള കാര്യം. ഈ അച്ചായം വലിയ തീയാ പുകയാ അതാ ഇതാന്നൊക്കെ നാട്ടുകാർ മുഴുവൻ പറഞ്ഞാലും അകത്തു വല്ലതും ഉണ്ടോ എന്നുള്ള കാര്യം എനിക്കും നിങ്ങൾക്കും മാത്രമേ അറിയത്തുള്ളൂ. അതുകൊണ്ട് ഈ കന്യകമാരുടെ ഉപമ എന്തിനെ കാണിക്കുന്നതെന്നറിയാം? രഹസ്യ ജീവിതത്തിന്റെ അനുസരണത്തെ കാണിക്കുന്നത്. ദൈവകൃപ പ്രാപിക്കണമെങ്കിൽ അനുസരിക്കുന്നവർക്ക് അത് പ്രാപിക്കാൻ പറ്റുന്നു. അനുസരിക്കുന്നത് യാഗത്തെക്കാളും ശ്രദ്ധിക്കുന്നത് മുട്ടാടുകളുടെ മേധസ്സിനേക്കാളും ഉത്തമമാണ്. അപ്പൊ കന്യകുമാരുടെ ഉപമ രഹസ്യ ജീവിതത്തിന്റെ അനുസരണത്തെ കാണിക്കുന്നത്. ഈ ആനുവൽ കൺവെൻഷന്റെ അവസാന രാത്രി പ്രിയപ്പെട്ടവര്, ദൈവത്തിന്റെ ശബ്ദത്തെ അനുസരിക്കാൻ കഴിയണം. ഇന്ന് നിങ്ങൾ അവന്റെ ശബ്ദം കേൾക്കുന്നു. മരുഭൂമിയിലെ മസാനാളിനെ പോലെ പരീക്ഷിക്കരുത്, അനുസരിക്കണം. അനുസരിക്കുന്നവർക്ക് ഒരുക്കപ്പെടുന്ന അനുഗ്രഹം കന്യകുമാരുടെ ഉപമയിൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. രഹസ്യ ജീവിതത്തിന്റെ അനുസരണം.
ഇനി അടുത്തത് കർത്താവ് പറയാം. എന്താ ഉപമ? താലന്തിന്റെ ഉപമ. എത്ര ഉണ്ട്? ഒരാളുടെ കയ്യിൽ 5, മറ്റൊരാളുടെ കയ്യിൽ 2, വേറൊരാളുടെ കയ്യില് 1. 5 കിട്ടിയവൻ എന്നാ എടുത്തു? 5 കിട്ടിയവൻ വ്യാപാരം ചെയ്തു. 2 കിട്ടിയ ആള് വ്യാപാരം ചെയ്തു. 1 കിട്ടിയ ആള് മസ്കറ്റിൽ അത് കുഴിച്ചിട്ടേച്ച് ഇങ്ങ് കുമ്പനാട് വന്ന് പഠിക്കാൻ ചേർന്നു. ആരെ കുറിച്ചാണെന്നറിയോ? വ്യാപാരം ചെയ്യാൻ തന്നവനെ കുറിച്ച്. പഠിച്ചു VD-CD ഒക്കെ എടുത്തപ്പോ പുള്ളിക്ക് മനസ്സിലായി ആര് ശരിയല്ല. അനീഷ് തോമസ് ശരിയല്ല, കുഞ്ഞോം പാസ്റ്റർ ശരിയല്ല, അലക്സാണ്ടർ പാസ്റ്റർ ശരി. അയ്യോ, അങ്ങേരുടെ കണക്കനുസരിച്ച് ദൈവം പോലും ഇപ്പൊ ശരിയല്ല. എന്റെ പൊന്നച്ച, ഇത് പഠിക്കാനാണോ ഇങ്ങോട്ട് പെന്തിക്കോസിലോട്ട് പോകുന്നത്? ഇതറിയാനായിട്ട് നിങ്ങൾക്ക് പഴയ പാരമ്പര്യത്തിൽ തന്നെ അങ്ങ് നിന്നാ പോരാ. നാട്ടുകാരെ വിധിക്കാനല്ല നമ്മളെ ഇവിടെ കൊണ്ടുവന്നു. ആര് ശരിയായാലും ശരിയായില്ലെങ്കിൽ നമുക്കൊരു ഉദ്ദേശമുണ്ട് കേട്ടോ. വല്ല വിധേനയും ശരിയായിട്ട് ആ കാഹളസ്വരം ഒന്ന് കേൾക്കണം. എത്ര പേർക്ക് ആ ഉദ്ദേശമുണ്ട്? തെളിമയോടതൊന്ന് കേൾക്കണം. ഷാഗാന ഹതന രകൽക്കടക. എന്റെ കർത്താവ്, പലരുടെയും കാതടഞ്ഞു പോയ ഈ കാലഘട്ടത്തിൽ അവിടുത്തെ കാഹളത്തിന്റെ സ്വരം ശരിയായിട്ടൊന്ന് കേൾക്കാൻ, അത് കേൾക്കാൻ കഴിയണമെങ്കിൽ പ്രിയപ്പെട്ടവരെ, രഹസ്യ ജീവിതത്തിൽ ഒരു വിശ്വാസം വേണം. അപ്പൊ കന്യകമാരുടെ ഉപമ രഹസ്യ ജീവിതത്തിന്റെ അനുസരണത്തെ കാണിക്കുന്നതാണ്. താലന്തിന്റെ ഉപമ രഹസ്യ ജീവിതത്തിന്റെ വിശ്വാസത്തെ കാണിക്കുന്നത്. കർത്താവിന്റെ സന്നിലോട്ട് ചെന്നിരുന്നു വെച്ച്, വേറെ എല്ലാരെയും മാറ്റി നിർത്തി വെച്ച് കർത്താവിന്റെ സന്നിലോട്ട് ചെന്നിരുന്നു വെച്ച്, ഞാനും നിങ്ങളും ദൈവവും നമ്മളും മാത്രം ഇരുന്ന് വെച്ച് അവിടുത്തെ മുഖത്ത് നോക്കി പറയാൻ കഴിയണം, എന്റെ പൊന്നപ്പച്ചാ, ഇന്നും ഞാൻ അങ്ങേ വിശ്വസിക്കുന്നെന്ന് പറയാൻ നമ്മളിൽ എത്ര പേർക്ക് കഴിയും? താലന്തിന്റെ ഉപമ രഹസ്യ ജീവിതത്തിന്റെ വിശ്വാസം. ഇനി അടുത്തതാണ് മൂന്നാമത്തെ ഉപമ. കർത്താവ് പറയാ 24. എന്താ? ഞാന് നിങ്ങളുടെ ഇടയിൽ വന്നു, നിങ്ങൾ എനിക്ക് ആഹാരം തന്നില്ല. ഞാന് നിങ്ങളുടെ ഇടയിൽ വന്നു, നിങ്ങൾ ദാഹിച്ചിട്ടും എനിക്ക് വെള്ളം തന്നു. അപ്പൊ അവര് ചോദിച്ചു, അതെപ്പോഴാ കർത്താവ്? ഞങ്ങൾ ചെയ്യാനുള്ള എല്ലാം ചെയ്തല്ലോ. കുമ്പനാടയിലെ പാട്ടുപുസ്തകത്തിൽ പേര് വരാനുള്ള എല്ലാ പരിപാടിയും ഞങ്ങൾ ചെയ്തല്ലോ. കർത്താവ് പറഞ്ഞ ആ കാര്യമൊന്നും അല്ല ഞാനീ പറഞ്ഞു. ഞാനീ പറഞ്ഞുകൊണ്ട് പാട്ടുപുസ്തകത്തിൽ പേര് ഉണ്ടാന്നല്ല പറഞ്ഞു കേട്ടോ. അതൊന്ന് നിങ്ങൾക്ക് പ്രേരണയുണ്ട ചെയ്തോ. ആ കാര്യമല്ല ഈ പറഞ്ഞു. ഈ ചെറിയവരിൽ ഒരുത്തന് ചെയ്യുന്നു. കർത്തൃദാസൻ അത് പറഞ്ഞപ്പോ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി. രഹസ്യ ജീവിതത്തിന്റെ സൽപ്രവൃത്തി. പാസ്റ്ററെ, സൽപ്രവൃത്തിയും കർത്താവിന്റെ വരവുമായിട്ട് ബന്ധമുണ്ട്. നിശ്ചയമായിട്ടും ഉണ്ട്. ഇല്ല പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ. ഇവിടെ എന്തോ ബന്ധം എനിക്ക് മനസ്സിലായ. ഞാൻ ഈ മിക്സഡ് ആയിട്ടുള്ള കുഞ്ഞുങ്ങൾ, ആണും പെണ്ണും ഒക്കെ ഇങ്ങനെ 1, 2, 3 ഒക്കെ ഉള്ള വീടുകൾ, അവിടെ ഞാൻ ഈ പറയുന്നത് തെറ്റിദ്ധരിക്കൊന്നും ചെയ്യരുതേ. ഈ എത്ര സ്നേഹം പറഞ്ഞാലും ഈ അപ്പനൊക്കെ ഇച്ചിരി കൂടെ ഒരു സ്നേഹം ഈ ആങ്കൊച്ചനോടുണ്ടോ എന്ന് എനിക്ക് പലപ്പോഴും സംശയം തോന്നി. കാര്യം ഇല്ലാത്ത കാശും കൊണ്ട് 3 കിലോ ഇറച്ചിയൊക്കെ മേടിച്ചോണ്ട് വരും. അമ്മാമ്മ ചോദിക്കും, എന്റെ മനുഷ്യ എന്തിനാ ഇപ്പൊ ഇങ്ങനെ കാശില്ലാത്ത? അന്നേരം അച്ഛൻ പറയും, എടി കഴിച്ചു വളരട്ടെടി, അവൻ ആങ്കൊച്ചനല്ലേ, എടി കഴിച്ചു വളരട്ടെ, എന്നെ നോക്കണ്ടല്ലേ. നോക്കൊക്കെ കണക്കാണേലും സ്വത്രം. ഈ നെയ്മീന്റെ ഒക്കെ വാലും തലയൊക്കെ പെങ്കൊച്ചിന് കൊടുക്കുമ്പോ ഇടക്കഷ്ണം തന്നെയാ കൊച്ചന് കൊടുക്കും. അങ്ങനെ വളർത്തിക്കൊണ്ടുവരുന്നു നോക്കാനായിട്ട്. ഒരു 10-12 വയസ്സ് മുതൽ അവൻ നോക്കാൻ തുടങ്ങും. അപ്പന്റെ മുഖത്ത് നോക്കത്തില്ല, അമ്മയുടെ മുഖത്ത് നോക്കത്തില്ല. ആകെപ്പാടെ നോക്കുന്നത് മൊബൈലിന്റെ തിരുമുഖത്തോട്ട്. അത് എപ്പോ എല്ലാം അവസരം കിട്ടും അപ്പൊ എല്ലാം നോക്കും. വൈകിട്ട് ജോലി കഴിഞ്ഞു വന്നമ്മ കഷ്ടപ്പെട്ട് വൈകിട്ടത്തെ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുക. കൊച്ചനിങ്ങനെ ഒളിഞ്ഞും തെളിഞ്ഞും മൊബൈലിൽ ഇരിക്കുക. 8:30 മുതൽ അമ്മ വിളിക്കുക,
എടാ വാടാ വന്ന് കഴിക്കടാ, എനിക്ക് കിടക്കണോടാ, നാളെ ഡ്യൂട്ടി കൊണ്ടുവരാ, രാവിലെ ആടാ. എവിടെ? ഇപ്പൊ വരെ ഇച്ചിരി കഴിഞ്ഞു വരാന്നും പറഞ്ഞ് അവനിങ്ങനെ ഇരിക്കുമ്പോഴാ 9:30 ആയപ്പോഴത്തേന് അപ്പന് ദേഷ്യം വന്ന് അപ്പ പറഞ്ഞു, ഡീ വിളമ്പി വെച്ചങ്ങോട്ട് കിടക്കും, വേണേൽ അവനെടുത്ത് കഴിച്ചു. നോക്കിയേ, 10 വയസ്സ് വരെ നെയ്മീന്റെ ഇടക്കഷ്ണം കൊടുക്കണമെന്ന് പറഞ്ഞ അപ്പൻ ഇപ്പം 15-കാരനെ കുറിച്ച് പറയാ വേണേ കഴിക്കട്ടെ. അപ്പനറിയാം കഴിച്ചോളൂ എന്ന്. കാര്യം വിശപ്പുള്ള പ്രായമാണല്ലോ, കല്ല് കൊടുത്താലും ദഹിക്കുന്ന പ്രായമല്ലേ, അന്നേരം കഴിച്ചോളൂ എന്ന് അപ്പനറിയാം. ഇനി ഈ കൊച്ചൻ വളർന്നു 24 വയസ്സ്, പഠിത്തമെല്ലാം കഴിഞ്ഞ് വീട്ടിലിരിക്കും, ഒരു പണിക്കും പോത്തില്ല, കിട്ടാഞ്ഞിട്ടാണോ എന്താണെങ്കിലും പോത്തില്ല. കേറുമ്പോഴും ഇറങ്ങുമ്പോഴും എല്ലാം അപ്പൻ ഒരു കാര്യം പറയും. എന്താ വെച്ചാ പറയുന്നത്? വേണ്ട, മല പോലെ വളർന്നു, അവനെ കൊണ്ടൊരു 5 പൈസയുടെ ഗുണം എനിക്ക് ഇല്ല. ഒരപ്പൻ ഒരു മോനെ കുറിച്ച് 3 കാലത്ത് പറയുന്ന കാര്യമാണ് ഞാനീ പറഞ്ഞു. ആദ്യം പറഞ്ഞു ബീഫ് ശരിക്കും കൊടുക്ക് വളരട്ടെ, പിന്നെ പറഞ്ഞു എടുത്ത് കഴിക്കട്ടെ, ഇപ്പം പറയുന്നു കഴിച്ചാൽ മാത്രം പോരാ, എനിക്കൂടെ കൊണ്ട് തരണം. ഒരപ്പം 3 കാലത്ത് പറയുന്ന കാര്യം ഞാനീ പറഞ്ഞു. അങ്ങനെയാണ് ഈ പറഞ്ഞു വന്ന എന്താന്ന് മനസ്സിലായത്? വിശ്വാസ ജീവിതത്തിൽ വളർച്ച പ്രാപിക്കുന്നതിനനുസരിച്ച് നാം നമ്മുടെ സൽപ്രവർത്തികളിൽ മുതിർന്നു വരണം. മനസ്സിലായോ? രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടിട്ട് 10 വർഷത്തിന് താഴെയുള്ളവരോട് ഞാനിന്ന് രാത്രി ഉറക്കെ പറയുന്നു, നെയ്മീന്റെ തലക്കഷ്ണമല്ല ഇടക്കഷ്ണം തന്നെ കർത്താവ്. ഇന്നത്തെ യോഗം തീരുന്നതിന് പക്ഷെ 15 വർഷം കഴിഞ്ഞവരോട് പറയുന്നു, ഉപവസിച്ചും പ്രാർത്ഥിച്ചും ആരാധിച്ചും ദൈവത്തെ സേവിച്ചും വേണേൽ ഇതെടുത്ത് കഴിച്ചോ. 25 വർഷം കഴിഞ്ഞ മസ്കറ്റ് സഭയോട് പറയുന്നു, കഴിച്ചാൽ മാത്രം പോരാ, ബുദ്ധിമുട്ടിലൂടെ പോകുന്ന അനേകർക്ക് ഇത് കൊടുക്കാനൂടാ ദൈവം നിങ്ങളെ ആക്കി വെച്ചിരിക്കും. എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി. പല വിധത്തിൽ ശ്രമകരമായ ദൗത്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, കർത്താവിന്റെ വരവിനോടുള്ള ബന്ധത്തിൽ സൽപ്രവർത്തി അവിടുന്ന് ആവശ്യപ്പെടുന്നു. അതുകൊണ്ട് തന്നെ സൽപ്രവർത്തികളിൽ നമുക്ക് മുതിർന്നു വരാം. അങ്ങനെ മത്തായി സുവിശേഷത്തിൽ യേശുവിന്റെ 5 പ്രസംഗം, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ദൈവരാജ്യം സംബന്ധിച്ച പ്രസംഗം. ദൈവരാജ്യം സംബന്ധിച്ച ഏകദേശം 14ഓളം ഉപമകളായി യേശു പറഞ്ഞിരിക്കുന്നു. അപ്പോഴാണ് ആളുകൾക്ക് ദൈവരാജ്യം എന്താണെന്ന് ഏകദേശം ഒരു പിടികിട്ടി. അങ്ങനെ ദൈവരാജ്യം എന്താണെന്ന് പിടികിട്ടിയ ആ സമൂഹത്തെ നോക്കിക്കൊണ്ട് യേശു പറയാ, അധ്വാനിക്കുന്നവര്, ഭാരം ചുമക്കുന്നവര്, നിങ്ങൾ എൻ്റെ അടുക്കവ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. എൻ്റെ നുകം മൃദുവും എൻ്റെ ചുമട് ലഘുവായ നുകം, ഈസി യോഗ. പ്രിയപ്പെട്ടവരെ, ഈ നുകം നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. കാളയുടെ ഒക്കെ പുറത്ത് വെച്ച് കെട്ടി ആ വണ്ടിക്കാളെ അതിന്റെ പുറത്ത് നുകം വെച്ചിട്ടാണ് അതിനെ കൊണ്ട് സാധനങ്ങൾ ചുമപ്പിക്കുന്നത്. ഈ 2 കമ്പ് കൊണ്ടുള്ള കഴുത്തിന്റെ ഒത്ത നടുക്കിടുന്ന സ്തോത്രം ഒരു പ്രത്യേക സംവിധാനമാ നുകം. പല വിധത്തിലുള്ള നുകത്തെ കുറിച്ച് ബൈബിള് നമ്മെ പഠിപ്പിക്കുന്നു. ചിലത് നമ്മിൽ ഒരിക്കലും കർത്തൃത്വം നടത്താൻ ദൈവം ഇഷ്ടപ്പെടാത്ത നുകങ്ങൾ. അപ്പൊ തന്നെ ചില നുകങ്ങൾ നമ്മളോടുള്ള ബന്ധത്തിൽ ദൈവം ആവശ്യപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ചില നുകങ്ങളെ നമുക്കൊന്ന് പരിചയപ്പെടാം. ഒന്ന് വായിച്ചേ, വിലാപങ്ങളുടെ പുസ്തകം 1-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യം വായിച്ചു. എന്റെ അതിക്രമങ്ങളുടെ നുകം അവൻ സ്വന്തം കൈയാൽ പിണച്ചിരിക്കുന്നു, അവ എന്റെ കഴുത്തിൽ പിണഞ്ഞിരിക്കുന്നു. അവൻ എന്റെ ശക്തി ക്ഷയിപ്പിച്ചു, എനിക്ക് എതിർത്തിൽപ്പാൻ കഴിയാത്തവരുടെ കയ്യിൽ കർത്താവിനെ ഏൽപ്പിച്ചിരിക്കുന്നു. ഇവിടെ വായിച്ചേ, എന്റെ അതിക്രമങ്ങളുടെ നുകം അവൻ സ്വന്തം കൈയാൽ പിണച്ചിരിക്കുന്നു, അവ എന്റെ കഴുത്തിൽ പിണഞ്ഞിരിക്കുന്നു, അതെന്റെ ശക്തി ക്ഷയിപ്പിച്ചു, എനിക്ക് എതിർത്ത് നിൽക്കുവാൻ കഴിയാത്തവരുടെ കയ്യിൽ കർത്താവിനെ ഏൽപ്പിച്ചിരിക്കുന്നു.
അപ്പം ഒന്നാമത്തെ നുകം അതിക്രമങ്ങളുടെ നുകവാ. അതുകൊണ്ട് തന്നെ ആ തിരുവചനം പറയുന്നത് അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായെന്ന. എന്താ? അപ്പം ഈ അതിക്രമങ്ങൾ, പാപം നമ്മെ എന്ത് ചെയ്യും? കൊല്ലും. വചനം പറയാ, പാപത്തിന്റെ ശമ്പളം പറഞ്ഞേ മരണമത്രേ. അപ്പം എന്തുകൊണ്ടാ പാപം മനുഷ്യനെ കൊല്ലുന്നത്? ഈ പാപത്തിന്റെ മുഖം എവിടാ കിടക്കുന്നതെന്ന് അറിയോ? കഴുത്തേലാ കിടക്കുന്നത്. ശാസ്ത്രീയ വിശകലനമൊക്കെ പഠിച്ചാൽ അറിയാം, ഒരു 1.5 കിലോയിൽ കൂടുതൽ ഭാരം ഒരു മനുഷ്യന്റെ കഴുത്തിൽ വന്നാൽ ആ മനുഷ്യൻ മരിക്കും. 2 കാര്യം കൊണ്ടാ മരിക്കും. ഒന്ന്, സ്പൈനൽ കോഡ് ജാമാവും. 2, ശ്വാസം. 2 ഏത് സംഭവിച്ചാലും എന്ത് ചെയ്യും? മരിക്കും. അപ്പം നൂറ്റാണ്ടുകളായി മനുഷ്യനെ കൊല്ലുന്ന ഒരു നുകമാണ്. ഏത് നുകം? പറ പ്രിയപ്പെട്ടവരെ, പാപത്തിന്റെ നുകം അഥവാ അതിക്രമത്തിന്റെ നുകം. ഈ പെന്തക്കോസ്തുകാരെയൊക്കെ സംബന്ധിച്ചിടത്തോളം പാപത്തെ കുറിച്ച് കേൾക്കുമ്പോഴേ നമ്മുടെ മനസ്സിലെ ധാരണ, പാസ്റ്ററെ ഇത് ഞങ്ങളോട് പറയേണ്ട കാര്യം ഇല്ലെന്ന്. ശരിക്കും എന്താ പാപം എന്നുള്ള തിരിച്ചറിവ് വന്നാലുണ്ടല്ലോ, ഇത് നമ്മുടെ കഴുത്തിൽ ഉണ്ടോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്താ പാപം? വാട്ട്സ് ദ മീനിങ് ഓഫ് സിൻ? പാപം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? സ്തോത്രം. ഉൽപ്പത്തി പുസ്തകത്തിൽ ആരംഭിക്കുന്നത് 3-ാം അധ്യായത്തിന്റെ 7 മുതലുള്ള വാക്യം വായിക്കണം. ഒന്ന് വായിച്ചേ. 3-ാം അധ്യായത്തിന്റെ 7 മുതലുള്ള വാക്യം. ഉൽപ്പത്തി 3-ന്റെ 7 മുതലുള്ള വാക്യം. ഉടനെ ഇരുവരുടെയും കണ്ണ് തുറന്നു, തങ്ങൾ നഗ്നരെന്ന് അറിഞ്ഞു. കത്തിയിലെ കൂട്ടിത്തുന്നി തങ്ങൾക്ക് അരയാട ഉണ്ടാക്കി. വെയിലറിയപ്പോൾ യഹോവയായ ദൈവം തോട്ടത്തിൽ ഒച്ച അവർ കേട്ടു. മനുഷ്യനും ഭാര്യയും യഹോവയായ ദൈവം തങ്ങളെ കാണാതിരിക്കാൻ തോട്ടത്തിൽ വൃക്ഷങ്ങളുടെ ഒളിച്ചു. യഹോവയായ ദൈവം മനുഷ്യനെ വിളിച്ചു, നീ എവിടെയെന്ന് ചോദിച്ചു. തോട്ടത്തിൽ നിന്റെ ഒച്ച കേട്ടിട്ട് ഞാൻ നഗ്നനാകൊണ്ട് ഭയപ്പെട്ട് ഒളിച്ചു എന്ന് അവൻ പറഞ്ഞു. നീ നഗ്നരെന്ന് എന്നോട് ആർ പറഞ്ഞു? തിന്നരുതെന്ന് ഞാൻ നിന്നോട് കൽപ്പിച്ച വൃക്ഷഫലം നീ തിന്നു എന്ന് അവൻ ചോദിച്ചു. അതിന് മനുഷ്യൻ, എന്നോട് കൂടി ഇരിപ്പാൻ നീ തന്നിട്ടുള്ള സ്ത്രീ വൃക്ഷഫലം തന്നു, ഞാൻ തിരികെ ചെയ്തെന്ന് പറഞ്ഞു. യഹോവയായ ദൈവം സ്ത്രീയോട്, നീ ചെയ്തത് എന്ത് ചോദിച്ചതിന്, പാമ്പ് എന്നെ വഞ്ചിച്ചു, ഞാൻ തിന്നുപോയി എന്ന് സ്ത്രീ പറഞ്ഞു. യഹോവയായ ദൈവം പാമ്പിനോട് കൽപ്പിച്ചത്, നീ ഇത് കൽപ്പിച്ചത്. ശ്രദ്ധിച്ചേ, യഹോവയായ ദൈവം പാമ്പിനോട് കൽപ്പിച്ചു. ഞാനൊരു 2-3 വാക്ക് പറയാമേ, ശ്രദ്ധിച്ചതിന് ഒന്ന് അടിവരയിട്ടേക്കണം. യഹോവയായ ദൈവം ആദാമിനോട് ചോദിച്ചത് എന്നല്ലേ വായിച്ചത്? അല്ലേ? ആണോ? ആണോ? ചോദിച്ചത്. യഹോവയായ ദൈവം ഹൗവയോടോ? പറ. ചോദിച്ചത് അല്ലേ? ആണോ? ഒന്ന് തലയാട്ടിക്ക്. ചോദിച്ചെന്നാണോ? ആണ്. യഹോവയായ ദൈവം പാമ്പിനോടോ? കൽപ്പിച്ചു. എന്റെ സംശയം, ആദാമിനോട് ചോദിച്ച ദൈവം ഹൗവയോട് ചോദിച്ച ദൈവം എന്ത് പാമ്പിനോട് ചോദിക്കാഞ്ഞേ? മനുഷ്യനോട് മാത്രമേ ദൈവം ചോദിക്കത്തുള്ളൂ? മൃഗങ്ങളോട് ദൈവം ചോദിക്കാറില്ലേ? ചോദിക്കൂ എന്നതിന്റെ തെളിവാണല്ലോ ഈ ബിലയാമിന്റെ കഴുതയൊക്കെ. ഉരിയാടെ കഴുത, അയ്യോ അതിനെക്കാട്ടി രസം യോനായ വിഴുങ്ങി തിമിംഗല. ഞാൻ ഈയിടെ പത്രം വായിച്ചപ്പോൾ കണ്ടു, ന്യൂസിലൻഡിന്റെ തീരത്തൂടെ തിമിംഗലങ്ങൾ പോവാ. എനിക്കൊന്ന് ഗൂഗിൾ മാപ്പ് നോക്കി പോക്കാം. അങ്ങനെ തീരത്തൂടെ പോയി വഴി തെറ്റിപ്പോയി തീരത്ത് ചെന്നടിഞ്ഞു, ഓക്സിജൻ കിട്ടാതെ ചത്തുപോയി. അപ്പം ഞാൻ ഈ തിമിംഗലത്തോട് ചോദിച്ചു, ഈ ഏത് തിമിംഗലം? നമ്മുടെ യോനായ വിഴുങ്ങി തിമിംഗലത്തോട് ചോദിച്ചു, എന്റെ പൊന്നു തിമിംഗലം, നീ എന്നെ അബദ്ധമായി കാണിച്ചു. നിങ്ങൾ കരയെ പോയാൽ നിങ്ങൾക്ക് ഓക്സിജൻ കിട്ടത്തില്ലല്ലോ, ശ്വാസം മുട്ടി ചാത്തില്ലേ, നീ എന്തിനാ ഈ ഉദ്ദേശിയെ കൊണ്ട് കരയെ ശബ്ദിച്ചേ? അന്നേരം തിമിംഗലം എന്നോട് പറഞ്ഞു, എന്റെ പൊന്നു പാസ്റ്ററെ, ഇവരുടെ ബൈബിൾ കോളേജ് ഈ ഉദ്ദേശിച്ച് പഠിച്ചപ്പോ നീന്തൽ പഠിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല, ഇവരുടെ ബൈബിൾ കോളേജ് പഠിപ്പിക്കുന്നുണ്ടോ എന്നും എനിക്കറിയത്തില്ല. ഞാനിങ്ങനെ നടുക്കടലിൽ ഛർദ്ദിച്ചേച്ച് അങ്ങനെ ശ്വാസം മുട്ടി മരിച്ചു കഴിഞ്ഞാൽ ദൈവം എന്നെ നീറ്റിലും നിലയിലും
നിർത്തിയേക്കത്തില്ല. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ജീവൻ അവഗണിച്ച് ഈ തീരത്ത് തന്നെ കൊണ്ടെന്ത് ചെയ്തത്, ശാർപ്പിച്ചു. സ്വത്രം. അപ്പൊ ഞാൻ ഈ പറഞ്ഞു വന്നത് മനുഷ്യനാണോ മൃഗമാണോ എന്നുള്ളതൊന്നും അല്ല വിഷയം. ഒരാളോട് ചോദിക്കണേ, അവരെ ഉത്തരവാദിത്തം ഏൽപ്പിക്കണം. സ്വത്രം. ഈ കഴിഞ്ഞ 3 ദിവസം പ്രസംഗിക്കാമെന്ന് ഞാൻ നിങ്ങൾക്ക് വാക്ക് തന്നു. ഈ ഇന്നിപ്പോ ഞാൻ കയറിയത് ഒരു 10-15 മിനിറ്റ് ലേറ്റ് ആണെങ്കിൽ ഉറപ്പായിട്ട് റോവിൻ വർഗീസ് പാസ്റ്റർ എന്നെ വിളിച്ച് ചോദിക്കും, എന്നാ പാസ്റ്റർ കയറാത്ത, കയറിയിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കും. ഈ എന്നോട് മാത്രമേ ചോദിക്കത്തുള്ളൂ. അത് എന്റെ പ്രത്യേകത കൊണ്ടൊന്നുമല്ല. നിങ്ങളെ ശുശ്രൂഷിക്കാമെന്ന് നിങ്ങൾക്ക് എത്രയോ പാസ്റ്റർമാരെ അറിയാം. പക്ഷെ ഇന്നത്തെ കാര്യത്തിൽ എന്നോട് മാത്രമേ ചോദിക്കുന്നു. എന്നാ കാര്യം? നിങ്ങളെ ശുശ്രൂഷിക്കാൻ വരാമെന്ന് ചില ദിവസങ്ങൾക്ക് മുമ്പേ ഞാൻ വാക്ക് കൊടുത്ത, അല്ലേ, വാക്ക് തന്നത്. അതുകൊണ്ടല്ലേ ചോദിക്കുന്നത്. അപ്പം ആരോടാ ചോദിക്കുന്നെന്ന് ചോദിച്ചാൽ ഒറ്റ കാര്യം ഓർത്താ മതി, ഉത്തരവാദിത്തം ഏൽപ്പിച്ചവരോട് ചോദിക്കത്തും. അപ്പൊ ആദാമിനോട് ചോദിക്കാൻ കാര്യം പറ, ഒരു ഉത്തരവാദിത്തം ഏൽപ്പിച്ചു. ഹവ്വയോട് ചോദിക്കാൻ കാര്യം ഹവ്വായെ പറയച്ചാ, ഉത്തരവാദിത്തം ഏൽപ്പിച്ചു. പാമ്പിനോട് ചോദിക്കാഞ്ഞതിന്റെ കാര്യം പ്രത്യേകിച്ച് ഒരു ഉത്തരവാദിത്തവും പാമ്പിന് ദൈവോടെ കൊടുത്തിട്ടില്ല. നമ്മളോട് ചോദിക്കാൻ കാര്യം പറ, ഉത്തരവാദിത്തം ഏൽപ്പിച്ചു. ഞാൻ കാര്യം ചോദിക്കുന്ന നാളിൽ നിന്റെ കരം ബലപ്പെട്ടിരിക്കും. ഏതെല്ലാം ഉത്തരവാദിത്തം? ഞാൻ എന്നോടാ പറയുന്നത്. ഏതെല്ലാം ഉത്തരവാദിത്തം? ഒരു ഭർത്താവ് എന്ന ഉത്തരവാദിത്തം എനിക്കുണ്ട്, ഒരു ദൈവദാസൻ എന്ന ഉത്തരവാദിത്തം എനിക്കുണ്ട്, ഒരു അപ്പന്റെ അമ്മയുടെ മകൻ എന്ന ഉത്തരവാദിത്തം എനിക്കുണ്ട്, 3 കുഞ്ഞുങ്ങളുടെ പിതാവ് എന്ന ഉത്തരവാദിത്തം എനിക്കുണ്ട്. ഈ ഉത്തരവാദിത്തങ്ങളെല്ലാം ദൈവം എന്നെ ഏൽപ്പിച്ചു. പ്രിയപ്പെട്ടവരെ, ഈ ഉത്തരവാദിത്തങ്ങളിൽ പരാജയപ്പെട്ട അതിന്റെ പേരെന്താണെന്നറിയോ? അതിന്റെ പേരാ പാവം. അപ്പം ഏദൻ തോട്ടത്തിൽ പാവം ആരംഭിക്കുക. എന്താ പാവം എന്ന് ചോദിച്ചാ ഒറ്റ വാക്ക് ഞാൻ പറയും, ഇത് ഫെയിലിയർ ഓഫ് കമ്മിറ്റ്മെന്റ്സ്, ഉത്തരവാദിത്തങ്ങളിലെ പരാജയം. നമ്മൾ പാവിയാണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത് ഉത്തരവാദിത്തമായിട്ട് ബന്ധപ്പെട്ട. നോക്കിയേ, ഇവിടെ വലിയ തകർപ്പം പ്രസംഗമൊക്കെ പ്രസംഗിച്ചു. നിങ്ങൾ ഒരു പ്രാവശ്യം തിരുവല്ലായിലൂടെ വരുമ്പോ, ഞാൻ തിരുവല്ലായി ബസ് സ്റ്റാൻഡിൽ നിന്ന് ചേർച്ചയല്ലാത്ത ഒരു കാര്യം ചെയ്ത നിങ്ങൾ എന്നാ പറയും? പാപം ചെയ്തത്. നാട്ടുകാരനവിടെ നിന്ന് പുക വലിച്ചാൽ അത് വെറും പുക, പക്ഷെ ഉദ്ദേശി വലിച്ചാൽ അത് പാപം. ഹലോ, മനസ്സിലായോ? നാട്ടുകാരൻ അരുതാത്തത് കണ്ട സിനിമ നമ്മൾ ചെയ്ത പാവം. നാട്ടുകാരൻ അരുതാത്തത് അതിനകത്ത് കണ്ട അത് വാട്സപ്പും ഫേസ്ബുക്കും. നമ്മൾ ആവശ്യമില്ലാത്തത് ചെയ്ത പറ പാവം. എങ്ങനെ ഒരു കാര്യം പാവമാവുന്നത്? ഉത്തരവാദിത്വമായിട്ട് ബന്ധപ്പെട്ട്. ഏതെങ്കിലും ഉത്തരവാദിത്വത്തിൽ പരാജയപ്പെട്ടു അനുവദിക്കരുത് കേട്ടോ. ബലഹീനതയാന്നും പറഞ്ഞ് അനുവദിക്കുന്നു. അനുവദിച്ചാൽ ഇത് കഴുത്തേലാ കിടക്കുന്നു. നമ്മൾ പണ്ട് എത്രയോ പ്രാവശ്യം കേട്ടിട്ടുണ്ട്, മറ്റേ ഇങ്ങനെ വെള്ളം പൊങ്ങി വരുമ്പോ തടി പിടിക്കാനായിട്ട് പോയ മനുഷ്യന്റെ കഥ. പിടിച്ചെടുത്തോണ്ട് വരുമ്പോ കുറച്ചു കഴിഞ്ഞപ്പോ നിയന്ത്രണം ആ സാധനത്തിന്റെ കയ്യിലായി. അപ്പം പറഞ്ഞു, വിട്ടേച്ചു പോര്. അപ്പം പറഞ്ഞെന്ന്, ഇല്ല ഞാൻ വിട്ടിട്ടു എന്നെ വിടുന്നില്ല. പ്രിയപ്പെട്ടവര്, ദൈവം ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങളിൽ പരാജയപ്പെടുന്നത് ബലഹീനതയാന്ന് കാണരുത്. അത് ടൈമിങ്ങിന്റെ കാര്യത്തിലാണെങ്കിലും കൊള്ളാം, വാക്ക് വ്യത്യാസത്തിലാണെങ്കിലും കൊള്ളാം. ഇതൊന്നും മനുഷ്യനോടല്ല ഏൽപ്പിക്കുന്നത്. മനുഷ്യനല്ലല്ലോ നിയോഗിച്ചിരിക്കുന്നേ, ദൈവം അല്ലേ നിയോഗിച്ചിരിക്കുന്നേ. അതുകൊണ്ട് ഞാൻ ഇന്ന് രാത്രി കുഞ്ഞോൻ പാസ്റ്ററെ തൃപ്തിപ്പെടുത്താൻ അല്ലല്ലോ സംസാരിക്കുന്നേ, അല്ലെ പാസ്റ്റർക്ക് പ്രീതി തോന്നാനോ, അല്ലെങ്കിൽ റോം പാസ്റ്റർക്ക് പ്രീതി തോന്നാനോ, അല്ലെ സണ്ണിച്ചാന് പ്രീതി അയ്യോ, അതൊക്കെ മനുഷ്യരെ തൃപ്തിപ്പെടുത്താൻ ചെയ്യുന്ന കാര്യ. ഒരു ഭർത്താവ് എന്ന ഉത്തരവാദിത്വം ദൈവം തന്നിട്ടുണ്ടെങ്കിൽ സഹോദര നീതി പുലർത്തണം. ഭാര്യ എന്ന ഉത്തരവാദിത്വം ദൈവം തന്നിട്ടുണ്ടെങ്കിൽ നീതി പുലർത്തണം. മരുമകളെന്ന ഉത്തരവാദിത്വം ദൈവം ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ പൊന്നു സഹോദരി നീതി പുലർത്തണം.
കുടുംബജീവിതം ദൈവപ്പിക്കുന്ന ഉത്തരവാദിത്ത. ലോകത്തിൽ വെച്ച് ഏറ്റവും മനോഹരവും സ്വർഗം പോലെ സുന്ദരവുമായ ഒന്ന് ഭൂമിയിൽ ഉണ്ടെങ്കിൽ അതെന്താണെന്ന് കണ്ടെത്തുവാൻ ഒരു രാജാവ് തന്നെ മന്ത്രിയെ ചുമതലപ്പെടുത്തിയ കഥ ഞാൻ വായിച്ചിട്ടുണ്ട്. മന്ത്രി ഔദ്യോഗിക ഉദ്യമങ്ങളിൽ നിന്ന് 6 മാസത്തെ അവധിയെടുത്തേച്ചൊരു തീർത്ഥയാത്ര നടത്തി. എന്തിനാണെന്നറിയോ? ലോകത്തിലെ ഏറ്റവും മനോഹരവും സ്വർഗം പോലെ സുന്ദരവുമായ ഒന്ന് ഭൂമിയിൽ ഉണ്ടെങ്കിൽ അത് കണ്ടെത്താൻ. യാത്രയിൽ മന്ത്രി പലവിധ നയന മനോഹരമായ കാഴ്ചകൾ കണ്ടു. ആടുന്ന മയില്, പാടുന്ന കുയില്, ചാടുന്ന മുയല്, ഓടുന്ന മാന്, എല്ലാം സുന്ദര കാഴ്ചകൾ. പക്ഷെ സ്വർഗം പോലെ സുന്ദരമായിട്ട് തോന്നിയില്ല. അതുകൊണ്ട് തന്നെ തന്റെ അവധി അവസാനിപ്പിക്കേണ്ട ആ ദിവസത്തിന്റെ അർദ്ധരാത്രിയിൽ അരണ്ട മെഴുകുതിരി വെളിച്ചത്തിന്റെ സഹായത്തോട് തന്റെ വീടിനെ ലക്ഷ്യമാക്കി വരികയാണ്. 6 മാസത്തെ അലച്ചിലിന് ശേഷം വീടെടുക്കുമ്പോഴുള്ള പ്രതീക്ഷ, വീടിന്റെ വാതിക്കൽ വന്ന് ആകാംക്ഷയോടുകൂടെ ഭാര്യയെ വിളിക്കുന്നു, മക്കളെയും വിളിക്കുന്നു. തന്റെ ഭർത്താവിന്റെ സ്വരം ഉറക്കച്ചടവിലും തിരിച്ചറിഞ്ഞ സഹോദരി ആകാംക്ഷയോടുകൂടെ കുഞ്ഞുങ്ങളെ ഉണർത്തിക്കൊണ്ട് അദ്ദേഹത്തെ എതിരേക്കാൻ വന്നപ്പം അദ്ദേഹം പറഞ്ഞു പോലും, അലഞ്ഞതിനെല്ലാം പരിഹാരമായി ലോകത്തിൽ ഏറ്റവും മനോഹരവും സ്വർഗം പോലെ സുന്ദരവുമായ ഒന്ന് ഭൂമിയിൽ ഉണ്ടെങ്കിൽ അത് മറ്റൊന്നുമല്ല, സ്വന്തം കുടുംബമാ. നമ്മുടെ വീട് ഭൂമിയിലെ സ്വർഗാകണം. നമ്മുടെ വീട് നരകാകരുത്. കൈയടിക്കുന്ന അച്ചായ, പാട്ടുപാടുന്ന അമ്മാമേ, അന്യഭാഷ പറയുന്ന അച്ചായ, അന്യഭാഷ പറയുന്ന അമ്മാമേ, നാട്ടുകാരുടെ മുമ്പിൽ ഭക്തി കളിച്ചിട്ട്, നാട്ടുകാരുടെ മുമ്പിൽ ഭക്തരായി ജീവിച്ചിട്ട് വീട് നരകമാകരുത്. അതിന്റെ പേര് പാപം. സ്വർഗത്തെ നിർമ്മിച്ച ദൈവം ആ കുടുംബത്തെ നിർമ്മിച്ചു. ബൈബിള് കടന്നു പോകുന്നത് മുഴുവൻ കുടുംബങ്ങളിലൂടെ. ബൈബിള് ചെന്ന് അവൻ ആരംഭിക്കുന്നത് കുടുംബത്തില്ല. ബൈബിള് പോകുന്ന മുഴുവൻ കുടുംബത്തിലൂടെ. ബൈബിള് ചെന്ന് അവസാനിക്കുന്നത് കുടുംബത്തില്ല. പ്രിയപ്പെട്ടവര് തിരിച്ചറിയുക. ഈ എവിടോ വായിച്ചിട്ടുള്ള ഒരു സംഭവമുണ്ട്. ഒരു ദിവസം ഓഫീസിൽ നിന്ന് വന്ന അപ്പൻ നോക്കിയപ്പോ ട്യൂഷന് പോകേണ്ട സമയം ദുരുപയോഗം ചെയ്ത് പേപ്പർ കൊണ്ടൊരു ഗ്ലോബ് ഇല്ലേ, ഗ്ലോബ് ഭൂഗോളം, അത് ഉണ്ടാക്കി അതിനെ കളർ ചെയ്യുന്ന മോന്. അപ്പൊ ഒരു ദേഷ്യം വന്നു. ഫീസ് കൊടുത്ത് പഠിപ്പിക്കുന്നവനാ, ട്യൂഷന് പോവാതെ ഗ്ലോബും കളർ ചെയ്തുകൊണ്ടിരിക്കുക. അവനിട്ടും തല്ലു കൊടുത്ത് അവന്റെ ഭൂഗോളം എടുത്തെറിഞ്ഞു പൊട്ടിച്ചു. ഓടാ ട്യൂഷൻ എന്നും പറഞ്ഞ് ഓടിച്ചു വിട്ടു. പിന്നെ അപ്പം വിശ്രമിക്കാൻ പോയി. വിശ്രമമൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റ് വന്നപ്പോ നെണ്ടുതേ ട്യൂഷൻ കഴിഞ്ഞ് വന്നോൻ അപ്പം കീറിക്കളഞ്ഞ ഭൂഗോളം ശരിയാക്കിക്കൊണ്ടിരിക്കുക. കൃത്യമായിട്ട് ശരിയാക്കി. അപ്പനിപ്പോ അത്ഭുതം. അപ്പൻ ചോദിച്ചു, എടാ നിനക്കത് ശരിയാക്കാൻ പറ്റുമോ? എങ്ങനെയാ ഗ്ലോബ് ശരിയായി? അന്നേരം അവൻ പറഞ്ഞു, അപ്പാ അപ്പം കളഞ്ഞ ഭൂഗോളം ഇല്ലേ, അതിന്റെ അങ്ങേ തലയ്ക്കല് ഒരു മനുഷ്യന്റെ ഫോട്ടോ ഉണ്ടായിരുന്നു. ആ മനുഷ്യന്റെ കാലും കൈയെല്ലാം കൂടെ ഞാൻ നേരെ വെച്ചപ്പോ ഭൂഗോളം ശരിയായത്. ഹലോ, അപ്പൊ ലോകത്തെ നന്നാക്കാനുള്ള ഉത്തരവാദിത്തം നിങ്ങളുടെ കുടുംബത്തിനും ദൈവം തന്നിരിക്കുന്നത്, എന്റെ കുടുംബത്തിനും. അതിൽ നമ്മൾ പരാജയപ്പെട്ടാൽ നമ്മൾ പാപികളാ. ഈ കുടുംബജീവിതത്തെ കുറിച്ചൊക്കെ കൃത്യമായി പഠിപ്പിക്കുന്ന പുസ്തക ബൈബിള്. ഭർത്താവിന്റെ ഉത്തരവാദിത്തം, ഭാര്യയുടെ ഉത്തരവാദിത്തം, 3 വിളിയാ കുടുംബം ബൈബിളിനെ സംബന്ധിച്ചിടത്തോളം. മാരേജ് ഈസ് എ കോളിംഗ് വിത്ത് എ സ്പെഷ്യൽ പർപ്പസ്. കുടുംബം ഒരു വിളിയാ, ഒരു പ്രത്യേക ഉദ്ദേശത്തോടു കൂടെ. അപ്പൊ തന്നെ മാരേജ് ഈസ് എ കവനന്റ്, ഒരു ഉടമ്പടിയാത്. 3 സ്തോത്രം, മാരേജ് ഈസ് എ മിസ്റ്ററി, അതൊരു മർമ്മ. ഞാൻ വിവരിക്കുന്നില്ല, പക്ഷെ നിയോഗം ഉണ്ടായതുകൊണ്ട് പറയാ. ഒരു വിളിയാത്. രക്ഷിക്കുക, സൃഷ്ടിക്കുക, പരിപാലിക്കുക എന്നുള്ള ദൈവിക പദ്ധതിയിലേക്കുള്ള വിളി. അതൊരു ഉത്തരവാദിത്വമാണ്. രക്ഷിക്കുക, സൃഷ്ടിക്കുക, പരിപാലിക്കുക, ആ പദ്ധതിയിലേക്കുള്ള വിളിയാ കുടുംബം. ഭർത്താവിന് ഉത്തരവാദിത്വം ഉണ്ട്. അതുകൊണ്ട് തന്നെ എന്താ ഭർത്താവിന്റെ ഉത്തരവാദിത്വം? കൊലോസ്യ ലേഖനം 3 അധ്യായം, എഫേസ്യ ലേഖനം 4 അധ്യായം, ഫിലിപ്പിയ ലേഖനം, എബ്രായ ലേഖനം, ഇവിടെ എല്ലാം പറയാ ഭർത്താവിന്റെ ഉത്തരവാദിത്വം. എന്താ? 2 കാര്യാ. 1, ഭാര്യയെ സ്നേഹിക്കണം. 2, ഭാര്യയോട് കൈപ്പായിരിക്കരുത്.
ഭാര്യയുടെ ഉത്തരവാദിത്വം ഭർത്താവിന് കീഴടങ്ങിയിരിക്കണം. ഒരു കാര്യം ഞാൻ പറയാം, കീഴ്പ്പെടലുള്ളിടത്തെ സ്നേഹം ഉണ്ടാക്കും, സ്നേഹമുള്ളിടത്തെ കീഴ്പ്പെടൽ ഉണ്ടാക്കും. മാങ്ങയാണോ മാങ്ങാണ്ടിയാണോ ആദ്യമൊന്നും എനിക്കറിയത്തില്ല, പക്ഷെ രണ്ടും കൂടെ കൂടിയാലേ മാങ്ങ ആകത്തുള്ളെന്ന് എനിക്കറിയാം. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, കീഴ്പ്പെടണം, കീഴ്പ്പെടുത്തണം. എങ്ങനെ കീഴ്പ്പെടുത്തണം? കരുത്തുകൊണ്ടല്ല കീഴ്പ്പെടുത്തേണ്ടത്, സ്നേഹം കൊണ്ട് കീഴ്പ്പെടുത്തണം. ഭാര്യയെ സ്നേഹിക്കണം. സൗന്ദര്യം നോക്കി സ്നേഹിക്കരുത്, പണം നോക്കി സ്നേഹിക്കരുത്, ഗൾഫിൽ ജോലി കിട്ടുമെന്നുള്ള ചിന്ത കൊണ്ട് സ്നേഹിക്കരുത്. അങ്ങനൊക്കെ സ്നേഹിക്കുന്നത് പെയിന്റ് നോക്കി പെരമേടിക്കുന്നത് പോലെ. സ്വതന്ത്രം. പെയിന്റ് നോക്കി പെരമേടിച്ചുള്ള കുഴപ്പം എന്നാന്ന് നമുക്കറിയാമല്ലോ. അതുകൊണ്ട് ഭാര്യയെ സ്നേഹിക്കണം. 2, കയ്പായിരിക്കരുത്. ഈ വീട്ടിൽ വഴക്കുണ്ടായ ആദ്യം അത് തീർക്കേണ്ട ഉത്തരവാദിത്വം അച്ഛന്റെ ഉത്തരവാദിത്വം. കാര്യം വചനം അങ്ങനെയാ പറയുന്നത്, സ്ത്രീകൾ ബലഹീന പാത്രമെന്നും ജീവന്റെ കൃപയ്ക്ക് കൂട്ടവകാശികളൊന്നും അറിഞ്ഞ് അവർക്ക് അർഹമായ ബഹുമാനം കൊടുക്കണം. എന്റെ പാസ്റ്റർ ഈ പറയുന്നത്, ഞങ്ങൾ ശൂന്യാകാശത്ത് വരെ പോകാൻ നിൽക്കുമ്പോഴാ പാസ്റ്റർ പഴഞ്ച പുസ്തകം കൈപ്പിടിച്ചോണ്ട് പറയുന്നത് സ്ത്രീകൾ ബലഹീന പാത്രമാണ്. അങ്ങനെ ഒരു ബലഹീനത ഉണ്ടെന്നേ. ഇല്ലായിരുന്നാൽ ഏതേൻ തോട്ടത്തിലെ കുടുംബം രക്ഷപ്പെടത്തില്ലായിരുന്നോ? ഞാൻ 2004 മുതൽ കുടുംബാരോഗ്യ മേഖലയിൽ പ്രസംഗിക്കുന്ന ഒരു ദൈവദാസനാണ്. ഈ ഒരു കോൺഫറൻസിൽ ഞാൻ ചോദിച്ചു, ഏതേൻ തോട്ടത്തിലെ കുടുംബത്തിന്റെ പ്രത്യേകത. ഞങ്ങളുടെ ഒരു അമ്മാമ്മ 3 പ്രത്യേകത പറഞ്ഞു, എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട്. ഞാൻ ഇന്നുവരെ ഒരു പുസ്തകത്തിലും വായിച്ചിട്ടില്ലാത്ത 3 പ്രത്യേകത. ഒന്നാമത് പറഞ്ഞ പ്രത്യേകത, ഹവ്വായിക്ക് അമ്മായിമേ ഇല്ലായിരുന്നു, നാത്തൂനും ഇല്ലായിരുന്നു. അപ്പം കുടുംബപ്രശ്നം ഒഴിവാകാനുള്ള 98% വഴി അവിടെ ഉണ്ടായിരുന്നു. അമ്മായിമേ ഇല്ലായിരുന്നു, നാത്തൂനും ഇല്ല. രണ്ടാമത്തെ പ്രത്യേകത, എന്നാ പറഞ്ഞാലും കേൾക്കുന്ന കെട്ടിയോനായിരുന്നു ഹവ്വായുടെ കെട്ടിയോൻ. മൂന്നാമത്തെ പ്രത്യേകത, എന്നാ വെച്ചു കൊടുത്താലും അങ്ങേര് കഴിക്കുകയും ചെയ്യായിരുന്നു. ഇത്ര എല്ലാം പ്രത്യേകത ഉണ്ടായിട്ട് ഈ വീട് രക്ഷപ്പെടാഞ്ഞതിന്റെ കാര്യം ബലഹീനതയാണ്. എന്തോ ബലഹീനത? അതെന്തായിരുന്നെന്നറിയായിരുന്നു നമ്മൾ എപ്പോഴേ രക്ഷപ്പെട്ടത്. എന്നാലും ഞാൻ പറയാം, ഈ അടുത്ത സമയത്ത് ഒരു ഭാര്യയും ഭർത്താവും കൂടെ എൻ്റെ അടുക്ക പ്രാർത്ഥിക്കാം. രണ്ടുപേരും ഗവൺമെന്റ് ജോലിക്കാർ. ഭയങ്കര കുടുംബ പ്രശ്നമാണ്. വാർത്താനൊക്കെ പറഞ്ഞപ്പം സവോളയുള്ളി പൊളിക്കുന്ന പോലെ ശരിക്കും പറഞ്ഞു. ഈ പറച്ചിലൊക്കെ കേട്ടപ്പോ എനിക്ക് മനസ്സിലായത് 5 വർഷത്തിന് മുമ്പായി പ്രശ്നത്തിനൊക്കെ തുടങ്ങി. ഒരു ദിവസം അച്ഛൻ്റെ അമ്മമ്മയുടെ പറച്ചിലിൽ നിന്ന് മനസ്സിലായ കാര്യമായിരുന്നു. ഒരു ദിവസം അച്ഛൻ ഓഫീസിൽ നിന്ന് വന്നപ്പോ അമ്മമ്മയോട് പറഞ്ഞു, എടി ഞങ്ങളുടെ ഓഫീസിൽ ജോലി, എന്തോ കാര്യം പറഞ്ഞു എന്ന കൂട്ടത്തിൽ പറഞ്ഞു, ഞങ്ങളുടെ ഓഫീസിൽ ജോലി ചെയ്യുന്ന അശ്വതിയുടെ മുടിക്ക് നല്ല നീളം ഉണ്ടെന്ന് പറഞ്ഞു. അതങ്ങനെ അങ്ങ് പറഞ്ഞു വിട്ടു. ഈയിടെ ഒരു സംഭവം ഉണ്ടായി. ഇവരൊരു വാഗണർ കാർ മേടിച്ചു. മോനായിരുന്നു അത് ഓടിച്ചോണ്ടിരുന്നത്. അവൻ BSc നഴ്സിംഗിന് ബാംഗ്ലൂർ പഠിക്കാൻ പോയപ്പോ കാറ് ചുമ്മാതെ വീട്ടിൽ കിടക്കും. അച്ഛന് കോട്ടയത്ത് പെൻഷൻ മേടിക്കാൻ പോകണം. അന്നേരം ഈ കാർ ഉപയോഗിക്കണമെങ്കിൽ ഡ്രൈവറെ വിളിച്ച് 1000 രൂപ കൊടുക്കണം. അതുമാത്രമാണോ, കേരളത്തിൽ ഇപ്പം പെട്രോൾ ഓരോ ദിവസവും വില കൂടിക്കൊണ്ടിരിക്കും. 1000 രൂപയുടെ പെട്രോൾ ഓടിക്കണം. അമ്മമ്മ പറഞ്ഞു മൊത്തം 2000 രൂപ. ഇതിലും ഭേദം ടാക്സിക്ക് പോകുന്നു. അപ്പൊ അച്ഛൻ ചോദിച്ചു എന്നാ ചെയ്യണം? അമ്മമ്മ പറഞ്ഞു നിങ്ങളിത് പഠിച്ചോടിക്കണം, അന്നേരം 1000 രൂപ ലാഭമല്ലേ. അച്ഛൻ അന്നേരം വിഷമം പറഞ്ഞു, എടീ എനിക്കിത് മുന്നോട്ട് ഓടിക്കുന്നതിന് ഒരു കുഴപ്പമില്ല, പുറമോട്ടെടുക്കാനാ പാട്. അന്നേരം അമ്മമ്മ പറഞ്ഞു ഞാനല്ലേ ഇവിടെ നിൽക്കുന്നത്, ഞാൻ സൈഡ് പറഞ്ഞു തരാം. അങ്ങനെ ആദ്യത്തെ സൈഡ് പറച്ചില്ല വണ്ടി പുറമോട്ടെടുത്തു. എവിടെ ചെന്നെന്ന് നിങ്ങൾക്ക് അറിയായിരിക്കുമല്ലോ. പോർച്ചിന്റെ തൂണെ വണ്ടി ഇടിച്ചു. അയ്യോ, പുതിയ വണ്ടി പോർച്ചിന്റെ തൂണെ ഇടിച്ച ദേഷ്യത്തിന് ഇനി അമ്മാമ്മയെ പറയാനൊന്നുമില്ല. വേണ്ടുന്നതും വേണ്ടാത്തതും എല്ലാം പറഞ്ഞു. എവിടെ നോക്കിക്കൊണ്ട സൈഡ് പറഞ്ഞെന്നൊക്കെ പറയാനൊന്നുമില്ല, എല്ലാം പറഞ്ഞു. 15 മിനിറ്റ് പറഞ്ഞു. പറഞ്ഞതിനെല്ലാം പകരമായിട്ട് അമ്മാമ്മ ഒരൊറ്റ വാക്കേ പറഞ്ഞു. പറഞ്ഞ വാക്കിതാ, പിന്നെ ഓഫീസിലെ അശ്വതിയുടെ മുടിയുടെ നീളം അറിയാവുന്ന നിങ്ങൾക്ക് വണ്ടി പുറമോട്ടെടുത്തപ്പം നിങ്ങളുടെ കണ്ണ് ഇവിടെ പോയേക്കുവാൻ കണ്ടോ. 5 വർഷം കഴിഞ്ഞു, സഭയിൽ നിന്ന് 2 പാസ്റ്റർ മാറി, എത്ര കർത്തൃമേശ നടന്നെന്ന് അമ്മാമ്മയ്ക്കും അറിയത്തില്ല, അച്ഛനും അറിയത്തില്ല. പക്ഷെ എന്നിട്ടും മനസ്സിൽ നിന്ന് മാറാത്ത ഒരു സാധനമാണെന്ത്? അശ്വതിയുടെ മുടിയുടെ നീളം. അപ്പം എന്താ ബലഹീനത എന്ന് മനസ്സിലായോ? ആവശ്യമില്ലാത്തത് മനസ്സിരിക്കുന്നു. എന്റെ പൊന്നുകൂടപ്പുറപ്പുകളെ, ബലഹീനതയ്ക്ക് അവസരം കൊടുക്കരുത്. കാര്യം ഇത് കഴുത്തേ കയറി കുരുങ്ങി ഈ എത്രയോ കുടുംബങ്ങളെ ഇല്ലാതാക്കിയ പാപം ഇന്നും നമുക്കെതിരെ വെല്ലുവിളികൾ ഉയർത്തുമ്പോൾ ഇന്ന് രാത്രികാലം നമുക്ക് പറയാം, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, എന്നെ ഈ പാപ ശരീരത്തിൽ നിന്ന് ആര് വിടുവിക്കും? അതിന്റെ മറുപടി നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതൊക്കെയും പൂർണ്ണ ജയം പ്രാപിച്ചിരിക്കുന്നു.
ഞാനൊന്ന് പറഞ്ഞു വന്നതേ ഉള്ളൂ, അപ്പോഴത്തേനും നിങ്ങളുടെ 11:30 സ്തോത്രം. എനിക്കൊരു 10 മിനിറ്റ് കൂടെ തരാമെങ്കിൽ ഞാൻ എവിടെയെങ്കിലും കൊണ്ടുവന്ന് നിർത്തായിരുന്നു. സ്തോത്രം. ഓക്കെ, സ്തോത്രം. അപ്പം ഒന്നാമത്തെ മുഖം പാപത്തിന്റെ മുഖം. ഇനി രണ്ടാമത്തെ മുഖമുണ്ട്. അതിനെക്കുറിച്ച് മത്തായി സുവിശേഷം 23:4 അതുപോലെ തന്നെ അപ്പോസ്തല പ്രവൃത്തി 15:10 കാണും. മത്തായി 23:4 അപ്പോസ്തല പ്രവൃത്തി 15:10. അതെന്താണെന്നറിയാം? എക്സസീവ് ഡിമാൻഡ്സ് ഓഫ് റിലീജിയൻ, മതങ്ങൾ വെച്ച് കെട്ടുന്ന മുഖങ്ങൾ. ദൈവത്തിന് സ്തോത്രം. ആ വിചാരം മന്ത്രം വായിച്ചാൽ മതി കേട്ടോ. അവര് യേശു പറയാ, അവര് ഭയങ്കര ചുമടെടുത്ത് മനുഷ്യന്റെ തോളി വെക്കുന്നു. ഈ ഒരു വിരൽ കൊണ്ട് പോലും എന്ത് ചെയ്യുന്നില്ല, താങ്ങുന്നില്ല. അപ്പോസ്തല പ്രവൃത്തി പറയുന്നത്, നമ്മളും നമ്മുടെ പിതാക്കന്മാരും ചുമന്നിട്ടില്ലാത്ത മുഖം ഈ പാവങ്ങളുടെ മേൽ വെച്ച് കെട്ടുവാൻ നിങ്ങളിപ്പം ദൈവത്തെ പരീക്ഷിക്കുന്നത് എന്ത്? അപ്പം മതം വെക്കുന്ന മുഖം, ആവിചാരം, മന്ത്രവാദം, അത് ഇത് നിയമങ്ങളൊക്കെ വെക്കത്തില്ലേ, ആ മുഖം രണ്ടാമത്തെ മുഖം. ഇനി മൂന്നാമത്തെ മുഖമുണ്ട്. ലൂക്കോസ് 13:16 മൂന്നാമത്തെ മുഖമാണ്. സാത്താൻ 18, ലൂക്കോസ് 13:16. സാത്താൻ 18 വർഷമായി ബന്ധിച്ചിരുന്ന ഈ അബ്രഹാമിന്റെ മകളെ ശബത്ത് നാളിൽ ബന്ധനമഴിച്ചു വിടേണ്ടതല്ലയോ? സ്തോത്രം. അപ്പം മൂന്നാമത്തെ മുഖം ഏതാണെന്നറിയോ? എല്ലാ രോഗവും മുഖമാണെന്ന് ഞാൻ പറയത്തില്ല. രോഗമാണെ വൈദ്യന്മാർക്ക് മനസ്സിലാവും, രോഗമാണെ മരുന്ന് കഴിച്ചാൽ മാറും, രോഗമാണെ സ്കാനിങ് വെളിപ്പെടും. ഇതെല്ലാം ചെയ്തിട്ടും ഒരുമാതിരി പന്തുരുട്ടുന്നത് പോലെ നിങ്ങളെ ഉരുട്ടിക്കൊണ്ടിരിക്കുന്ന ആ രോഗബന്ധനത്തിന്റെ മുഖമില്ലേ, ഇന്ന് രാത്രി അത് അഴിയാൻ പോവാ. എത്ര പേര് അത് വിശ്വസിക്കുന്നുണ്ട്? കത്തിയില്ലാതെ, ഞാൻ പ്രാർത്ഥിക്കും, കത്തിയില്ലാതെ ശസ്ത്രക്രിയ നടത്തുന്ന, കൈതൊടാതെ അത്ഭുതം ചെയ്യുന്ന കർത്താവിന്റെ കരം ചില രോഗബന്ധനങ്ങളെ അഴിച്ചു മാറ്റുന്ന രാത്രിയായത്. പാപത്തിന്റെ മുഖം, മതത്തിന്റെ മുഖം, രോഗത്തിന്റെ മുഖം. നാലാമത്തെ മുഖമാ ആത്മീക ക്ഷീണാവസ്ഥയുടെ മുഖം. ആവർത്തന പുസ്തകം 25:18 ഉണ്ട്. സ്തോത്രം. എന്താ ഇതിന്റെ പ്രശ്നം എന്നറിയോ? ക്ഷീണിച്ചാൽ, ആത്മീയ ക്ഷീണാവസ്ഥയുടെ ഒരു കുഴപ്പം എന്നറിയോ? ഈ ആത്മീയമായിട്ട് ക്ഷീണിച്ചാലുള്ള ഒരു കുഴപ്പം, അമാലേക്ക് വന്ന് പിൻപടയെ ഞെരുക്കും. അതുകൊണ്ട് ആത്മീയമായിട്ട് ഒരിക്കലും എന്ത് ചെയ്യരുത്, ക്ഷീണിക്കരുത്. നീ ക്ഷീണിച്ചും തളർന്നു ഇരിക്കുമ്പോൾ അമാലേക്ക് വന്ന് നിന്റെ പിൻപടയെ ഞെരുക്കത് എപ്പോഴും നീ ഓർക്കണം. അപ്പം ആത്മീക ക്ഷീണാവസ്ഥ. അപ്പം 4 മുഖത്തെ കുറിച്ച് ഞാൻ പറഞ്ഞു. പാപം ഒരു മുഖമാണ്, മതങ്ങളുടെ നിയമം, ആവിചാരം, മന്ത്രവാദം തുടങ്ങി മതങ്ങളുടെ നിയമം ഒരു മുഖമാണ്. ചിലപ്പോ രോഗം ഒരു മുഖമായി മാറാം. ആത്മീക ക്ഷീണാവസ്ഥയിൽ മുഖമാണ്. ഈ മുഖം ചുമക്കുന്ന മനുഷ്യനെ യേശു വിളിക്കുക, അധ്വാനിക്കുന്നവരെ, ഭാരം ചുമക്കുന്നവരെ എന്റെ അടുക്കലോട്ട് വാ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഞാൻ ആരാ? സൗമ്യതയും താഴ്മയുള്ളവനാ. എന്റെ മുഖം ഏറ്റുകൊണ്ട് പഠിക്കണം. എന്താ എന്റെ മുഖത്തിന്റെ പ്രത്യേകത? എന്റെ മുഖം മൃദുവാ, എന്റെ ചുമട് ലഘുവായ മുഖം. എന്താ അവിടുത്തെ മുഖം? ഒന്ന് വായിച്ചു. 1 യോഹന്നാൻ 5:3. 1 യോഹന്നാൻ 5:3. അവിടുത്തെ കൽപ്പനകളെ പ്രമാണിക്കുന്നതല്ലോ ദൈവത്തോടുള്ള സ്നേഹം. അവിടുത്തെ കൽപ്പനകൾ ഭാരമുള്ളവയല്ല. അപ്പം എന്താ അവിടുത്തെ മുഖം? അവിടുത്തെ കൽപ്പന. എന്തൊക്കെയാ അവിടുത്തെ കൽപ്പന? 5:1 മുതൽ വായിക്കണം. യേശുവിനെ ക്രിസ്തു എന്ന് വിശ്വസിക്കുന്നവനല്ല ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു. നാം അവനെ സ്നേഹിച്ച് അവന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നുവെങ്കിൽ അവനിൽ നിന്ന് ജനിച്ചവനെയും സ്നേഹിക്കും. സ്തോത്രം. അവന്റെ കൽപ്പനകളെ അനുസരിച്ച് നടക്കുമ്പോൾ ദൈവമക്കളെ സ്നേഹിക്കുന്നതെന്ന് അതിനാൽ അറിയും. അവന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നതല്ലോ ദൈവത്തോടുള്ള സ്നേഹം. അവന്റെ കൽപ്പന ഭാരമുള്ളവയല്ല. അപ്പൊ 2 മുഖമാണ് നമ്മുടെ മേൽ വെച്ചിരിക്കുന്നത്. 1 ദൈവത്തെ സ്നേഹിക്കുക, 2 മനുഷ്യനെ സ്നേഹിക്കുക. പ്രിയപ്പെട്ടവരെ, മനസ്സിലായോ? നമ്മുടെ മേൽ വെച്ചിരിക്കുന്ന ലഘുവായ മുഖം എന്താന്ന് മനസ്സിലായോ? 1 ദൈവത്തെ സ്നേഹിക്കുക, 2 മനുഷ്യനെ സ്നേഹിക്കുക. ഈ മതങ്ങളെല്ലാം പേടിപ്പിച്ച് ആരാധിപ്പിക്കും. ഞാൻ ചോദിക്കട്ടെ, എന്റെ കൂട്ടോ അലക്സാണ്ടർ പാസ്റ്റർ ഒക്കെ ക്ലീൻ ഷേവിങ് ചെയ്ത് വെള്ള ഷർട്ട് വിട്ട് ചിരിച്ചോണ്ട് നിൽക്കുന്ന ഏതേലും ഒരു ആരാധനാമൂർത്തിയെ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഉള്ളവരെല്ലാം പേടിപ്പിക്കുന്നത്. ഒന്നുകിൽ കയ്യില് കുന്തം, അല്ലെങ്കിൽ കഴുത്തേല് പാമ്പ്,
ഒന്നുമല്ല, ഒരു വെട്ടുകത്തിയാലും കൈ പിടിക്കാത്ത ഒരാൾ പോലും ഈ നാട്ടിലെങ്ങും ഇല്ല. ഈ രൂപത്തെ കാണുമ്പോൾ മനുഷ്യൻ കൈകൂപ്പുന്നതിന്റെ കാര്യം എന്റെ പൊന്നച്ച എന്നെ ഉപദ്രവിക്കരുതെന്ന് പറഞ്ഞുകൊണ്ട്. അപ്പം മതങ്ങളൊക്കെ മനുഷ്യനെ പേടിപ്പിച്ച് ആരാധിക്കുന്നു. നമ്മൾ ഇന്ന് രാത്രി പേടിച്ചാണോ ആരാധിക്കുന്നത് അതോ സ്നേഹിച്ചാണോ ആരാധിക്കുന്നത്? ഉറക്കപ്പറ, സ്നേഹിച്ചല്ലേ ആരാധിക്കുന്നത്. ദൈവത്തെ ആരാധിക്കുന്നത് സ്നേഹത്തോടെ ആരാധിക്കണം. ഈ സ്നേഹിച്ച് ഈ പേടി വരുമ്പോൾ ചൊല്ലുന്ന ഒരു സങ്കീർത്തനം ഉണ്ടല്ലോ, ഏതാ പേടി വരുമ്പോൾ ചൊല്ലുന്നേ? പറഞ്ഞു 91. മസ്കറ്റിലും അങ്ങനെ തന്നെയാ. സ്വത്രം 90ന്റെ അടുത്ത് കിടക്കുന്നതുകൊണ്ട് 91 ആകെ മൊത്തം ഒരു പേടിയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ പറഞ്ഞ യോത്തിനൊക്കെ വരുമ്പോൾ നല്ല ഗുണമുള്ളവരൊക്കെ എടുക്ക പോയിരിക്കണം. ചുമ്മാതെ വായിക്കോട്ടയും വിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരിക്കുന്നവരൊന്നും എടുക്ക പോയിരിക്കരുത്. 90ന്റെ അടുക്ക ഇരിക്കുന്നതുകൊണ്ട് 91 കുറിച്ച് ആകെ മൊത്തം ഒരു പേടിയാണ്. ശരിക്കും 91 സങ്കീർത്തനം പേടിയിൽ നിന്ന് പാടിയ സങ്കീർത്തനല്ല, സ്നേഹത്തിന്റെ ഒരു ആരാധനയാണ്. മോശ എഴുതുക എന്ന് പറയുന്നതിന്റെ കാരണം 90ന്റെ തലക്കെട്ടിൽ കൃത്യമായിട്ട് എഴുത്തുകാരനെ കുറിച്ച് പറയുന്നു. 91 എഴുത്തുകാരന്റെ പേരില്ല. ന്യായമായിട്ടും എഴുത്തുകാരന്റെ പേരില്ലാത്ത സങ്കീർത്തനത്തിന് അതിന്റെ തലേ സങ്കീർത്തനത്തിന്റെ എഴുത്തുകാരനായിട്ടാണ് അവരനുമാനിക്കുന്നത്. പക്ഷേ 91 കുറിച്ച് യഹൂദ ധർമ്മശാസ്ത്രം പഠിപ്പിക്കുന്ന വേദശാസ്ത്രജ്ഞന്മാർ പറയുന്നത് ദാവീദുമായിട്ട് അതിന് ഭയങ്കര ബന്ധമാണ്. എഴുതിയില്ലെങ്കിൽ പോലും ദാവീദുമായിട്ട് ബന്ധമുണ്ട്. എന്നാ കാരണം എന്നറിയോ? യഹൂദന്റെ വീട്ടിൽ ഒരു കുഞ്ഞ് ജനിച്ചാൽ, ആൺകുഞ്ഞാണെങ്കിൽ 4ാമത്തെ വയസ്സിൽ അവർ അതിനെ ന്യായപ്രമാണം പഠിക്കാൻ തുടങ്ങി. 13 വയസ്സിനകത്ത് ന്യായപ്രമാണം പഠിപ്പിച്ചു തീർക്കും. ന്യായപ്രമാണം മൊത്തം എത്ര നിയമമാണ്? ന്യായപ്രമാണം മൊത്തം 613 നിയമമാണ്. 3 പിരിവുകളായി: മോറൽ ലോസ്, സിവിൽ ലോസ്, സെറിമോണിയൽ ലോസ്. ധാർമ്മിക നിയമങ്ങൾ, സാമൂഹിക നിയമങ്ങൾ, ആരാധനാ നിയമം എല്ലാം പഠിച്ച് പാസ്സായി കഴിഞ്ഞാൽ ഇതുപോലെ ഒരു ആനുവൽ കൺവെൻഷൻ വെക്കും അവരുടെ വീട്ടിൽ. എന്നിട്ട് പഠിപ്പിച്ച അധ്യാപകരെ, കൂടെ പഠിച്ച പിള്ളേരെ എല്ലാം വിളിച്ചു വരുത്തും. എല്ലാവരും വന്നു നിൽക്കുമ്പോൾ ഈ അപ്പൻ ആദ്യം ദൈവം എൽ ഷദായി ആണെന്ന് മോനോട് പറഞ്ഞു കൊടുക്കേണ്ട ഉത്തരവാദിത്തം അപ്പന്റെ ആദ്യം. അപ്പനാ പിന്നെ ന്യായപ്രമാണ പഠനത്തിന്റെ മേൽനോട്ടം പോയി. പഠനം പൂർത്തീകരിക്കപ്പെട്ട മോനും അപ്പനും കൂടെ സ്റ്റേജിലോട്ട് കയറിയച്ച് അപ്പൻ മോനെ അനുവദിക്കും ദൈവത്തെ കുറിച്ച് പറയാൻ. അങ്ങനെ ദാവീദ് എന്ന് പറയുന്ന ഒരു അപ്പന് മോനുണ്ടായി. മോന്റെ പേര് ശലോമോൻ. ജ്ഞാനിയായ ശലോമോൻ ന്യായപ്രമാണം മുഴുവൻ പഠിച്ചു. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ രാജസദസ് കൂടി വലിയ ഫംഗ്ഷൻ നടക്കുക. ഫംഗ്ഷന്റെ നടുക്ക് അപ്പനും മോനും കൂടെ സ്റ്റേജിലോട്ട് കയറി. അപ്പന് മോനോട് പറയുക, ദൈവത്തെ കുറിച്ച് പറയാം. അതുകൊണ്ട് തന്നെ അപ്പൻ ആരംഭിക്കുന്നു 91 സങ്കീർത്തനത്തിന്റെ 1-ാം വാക്യം പറഞ്ഞുകൊണ്ട്. എന്താ വാക്യം? എടമോനെ ശലോമോനെ, അത്യുന്നതനായ ഒരു ദൈവമാണ്, അവിടുത്തെ നിഴല് സർവശക്തിയുള്ളതാണ്. എന്റെ ജീവിതത്തിന് നേരെ ഒത്തിരി വെയിലടിച്ചപ്പം എനിക്ക് മരുഭൂമി തണല് തന്ന അത്യുന്നതനായ ദൈവം, തുല്യതയില്ലാത്ത ദൈവം. 91ന്റെ 1 ആര് പറയാ? ദാവീദ് പറയാ. ഇത് കേട്ടപ്പോ 91ന്റെ 2 ആര് പറയാന്നറിയാം? ശലോമോൻ. എന്നാ പറഞ്ഞേ? അപ്പം പറഞ്ഞ ദൈവം ഇല്ലേ, ആ ദൈവത്തെ കുറിച്ച് ഞാൻ പറയും. എന്താ പറയുന്നേ? അവനെന്റെ സങ്കേതവും കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന ദൈവമെന്ന് ഞാൻ ഈ ദൈവത്തെ കുറിച്ച് പറയും. 91ന്റെ 2 മോൻ പറഞ്ഞപ്പോ 91ന്റെ 3 മുതൽ അപ്പനങ്ങോട്ട് പറയാ, എടാ നീ പറഞ്ഞില്ലേ ദൈവം നിന്റെ സങ്കേതമാണ്, അതുകൊണ്ട് ഞാൻ നിന്നോടൊരു കാര്യം പറയാം. അവൻ നിന്നെ വേട്ടക്കാരന്റെ കണിന്ന് വിടുവിക്കും, തൂവല് കൊണ്ട് മറയ്ക്കും, അവിടുത്തെ ചിറകന്നീടിൽ നീ ശരണം പ്രാപിക്കും, അവിടുത്തെ വിശ്വസ്തതനൊക്കെ പരിചയം പലയായിരിക്കും. രാത്രിയിലെ ഭയത്തെ, പകൽ പറക്കുന്ന അസ്ത്രത്തെ, ഇരുട്ടി സഞ്ചരിക്കുന്ന മഹാമാരിയെ, ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തെ ഒന്നും നിനക്ക് പേടിക്കാനില്ല. നിന്റെ കണ്ണുകൊണ്ട് തന്നെ. 3 മുതൽ 8 വരെ ആര് പറഞ്ഞു? ദാവീദ്. അച്ഛാ ഇത് കേട്ടപ്പോ 9-ാം വാക്യം ശലോമോൻ ഉറക്കെ പറയാ, യഹോവേ നീ എന്റെ സങ്കേതമാകുന്നു, നീ അത്യുന്നതനെ നിന്റെ നിവാസം. ഇത് കേട്ടപ്പോഴത്തേന് 10 മുതൽ ദാവീദ് പറയാ, എടാ കുഞ്ഞ നീ പറഞ്ഞില്ലടാ ദൈവം നിന്റെ സങ്കേതമാണ്, അതുകൊണ്ട് ഞാൻ നിന്നോട് പറയാം, എന്റെ അനുഭവം പറയാം. ഒരനർത്ഥവും നീ ഭയപ്പെടുകയില്ല, ഒരു ബാധയും നിന്റെ കൂടാരത്തിലെടുക്കത്തില്ല. എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിന് നിന്നെ കുറിച്ച് ദൂതന്മാരോട് കൽപ്പിക്കും. നിന്റെ കാലുകളിൽ തട്ടിപ്പോകാതിരിക്കാൻ കൈകളിൽ വഹിക്കും. സ്വത്രം പറഞ്ഞു തുടങ്ങിയത് അച്ഛാ ദാവീദാ. 1-ാം വാക്യം. 2-ാം വാക്യം ശലോമോൻ. 3 മുതൽ 8 വരെ ദാവീദ്. 9-ാം വാക്യം ശലോമോൻ.
10 മുതൽ 13 വരെ ദാവീദ്. 14, 15, 16 ശ്രദ്ധിച്ചു കേട്ടോണം. 14, 15, 16 എന്താ വാക്യം? 13, 14, 15, 14, 15, 16 അവൻ എന്നോട് പറ്റിയിരിക്കുക, ഞാൻ അവനെ വിളിപ്പിക്കും. അവൻ എന്റെ നാമത്തെ അറിയാം, ഞാൻ അവനെ ഉയർത്തും. അവൻ എന്നെ വിളിച്ചപേക്ഷിക്കും, ഞാൻ അവന് ഉത്തരവറിയും. ദീർഘായുസ് കൊണ്ട് ഞാൻ അവന് തൃപ്തി വരുത്തും. എന്റെ രക്ഷയെ ഞാൻ അവന് കാണിച്ചു കൊടുക്കും. ആരാ പറയുന്നത്? ആരാ പറയുന്നത്? പറ, നിങ്ങൾ പറ. ആരാ പറയുന്നത്? പറഞ്ഞു തുടങ്ങിയത് കുഞ്ഞോൻ വർഗീസ് പാസ്റ്റർ, ഇടയ്ക്ക് പറഞ്ഞത് അലക്സാണ്ടർ പാസ്റ്റർ, പിന്നെ പറഞ്ഞത് റോബിൻ പാസ്റ്റർ, പിന്നെ പാടിയത് KP രാജൻ പാസ്റ്റർ, പിന്നെ പ്രസംഗിച്ചത് അനീസ് തോമസ് പാസ്റ്റർ. പക്ഷേ സ്നേഹിച്ച ഒരാൾ ദൈവത്തെ ആരാധിക്കുന്നത് മസ്കറ്റിന്റെ ഏത് കുടുസുമുറിക്കകത്താണേലും അവിടെ ഇരുന്ന് ആരാധിക്കുന്നവന് അവന്റെ ആരാധനയ്ക്ക് ആശീർവാദം പറയുന്ന ഒരു ദൈവമുണ്ട്. എന്താ ദൈവം പറയുന്നത്? അവൻ എന്നോട് പറ്റിയിരിക്കാൻ ഞാൻ അവനെ വിടുവിക്കും. എന്റെ നാമത്തെ അറിയാൻ ഞാൻ അവനെ ഉയർത്തും. വിളിച്ചപേക്ഷിക്കുമ്പോ ഞാൻ അവന് ഉത്തരം. ദീർഘായുസ് കൊണ്ട് ഞാൻ അവന് തൃപ്തി വരും. എന്റെ രക്ഷയെ ഞാൻ അവന് കാണിച്ചു. ഞാൻ എന്റെ വാക്കുകളെ പരിമിതപ്പെടുത്തുക. പ്രിയപ്പെട്ടവരെ, സ്നേഹിച്ചാരാധിക്കണം. ലഘുവായ മുഖം അവിടുത്തെ സ്നേഹമാണ്. ആ സ്നേഹത്തെ തിരിച്ചറിഞ്ഞ് അവിടുത്തെ ആരാധിക്കണം. സ്നേഹമാം നിന്നെ കണ്ടവർ സ്നേഹിക്കാതിരിക്കുമോ? കഴിഞ്ഞ 25 വർഷം സ്നേഹത്തോടെ ദൈവത്തെ ആരാധിച്ച ദൈവമക്കളെ, ഈ മരുപ്രയാണത്തിൽ നമുക്ക് അവിടുത്തെ സ്നേഹിക്കാം. പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കാം, പൂർണ്ണ ശക്തിയോടെ സ്നേഹിക്കാം, പൂർണ്ണ ആത്മാവോടെ സ്നേഹിക്കാം. ക്രൂശോളം താണ് നമ്മെ സ്നേഹിച്ചവനെ, കല്ലറയോളം ഒതുങ്ങി നമ്മെ സ്നേഹിച്ചവനെ, നിത്യതയോളം നമ്മെ സ്നേഹിക്കാമെന്ന് വാക്കു തന്നവനെ, അവസാന ശ്വാസം വരെ സ്നേഹിക്കുവാൻ നമ്മളിൽ എത്ര പേര് രാത്രി തയ്യാറാകും? എത്ര പേര് രാത്രി തീരുമാനിക്കും? ആ തീരുമാനമുള്ള പ്രിയപ്പെട്ടവരെ, നാമത്തെ അറിയുന്നവനെ ഉയർത്തുന്ന ഒരു ദൈവമുണ്ട്. ദൈവത്തിൽ ആശ്രയിക്കാം. 25 വർഷം സംഭവിക്കാത്ത അത്ഭുത പ്രവർത്തികൾ കർത്താവിന്റെ വരവ് താമസിച്ചാൽ മസ്കറ്റിന്റെ മണ്ണിൽ നിങ്ങളിലൂടെ ദൈവം ചെയ്യും. സ്നേഹിച്ചാരാധിക്കുക, ദൈവത്തെ സ്നേഹിച്ചാരാധിക്കുക. ഏത് പ്രതികൂലങ്ങളുടെ മുമ്പിലും ദൈവത്തെ സ്നേഹിച്ചാരാധിക്കുക. ഒന്നുകൂടെ സുവിശേഷകൻ എന്ന നിലയിൽ ആവർത്തിച്ച് പറയട്ടെ, ഏത് പ്രതിസന്ധികളുടെ മുമ്പിലും ദൈവത്തെ സ്നേഹിച്ചാരാധിക്കുക. സ്നേഹിച്ചാരാധിക്കുന്നവരെ മറക്കാത്തവര് ദൈവം. ദൈവത്തിൽ നമുക്ക് ആശ്രയിക്കാം. ഈ അവസരം നിങ്ങൾ എനിക്ക് തന്നല്ലോ, എന്നെ ക്ഷണിച്ചല്ലോ. ശുശ്രൂഷകളിൽ 3 ദിവസം ആത്മാർത്ഥത പുലർത്തിയല്ലോ, ദൈവവചനത്തോട് നന്നായി പ്രതികരിച്ചല്ലോ. എല്ലാത്തിനും നന്ദി. കർത്താവിന്റെ ആ വരവ് താമസിച്ചാൽ ഭൂമിയിൽ നമുക്ക് ഒരുമിച്ച് കാണാം. ഇല്ല, ഭൂമി നമ്മൾ ഒന്നിച്ച് കണ്ടില്ലേലും നമ്മുടെ പ്രത്യാശ നമ്മൾ ഒന്നിച്ച് മധ്യാകാശത്തിൽ അവിടുത്തെ കാണും. മേഘാരുടനായി അവിടുന്ന് വരുന്ന ദിവസം നമ്മൾ ഒരുമിച്ച് മുഖാമുഖം നമ്മുടെ കർത്താവിനെയും നമ്മുടെ പ്രിയപ്പെട്ടവരെയും അനേകായിരം വിശുദ്ധന്മാരെയും കാണുന്ന ആ സുന്ദര ദിവസം, ആ ദിവസത്തെ സ്വപ്നം കണ്ടുകൊണ്ട് ജീവിതയാത്രയിൽ മുന്നോട്ട് പോകാം. മറക്കരുത്, ലഘുവായ മുഖം അവിടുത്തെ സ്നേഹമാണ്. ആ സ്നേഹത്താൽ ബന്ധിക്കപ്പെട്ടവരാണ് യാത്ര ചെയ്യാം. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു. സ്നേഹമോ അങ്ങേ കണ്ടവൻ പിന്നെ സ്നേഹിക്കാതെ ജീവിക്കുമോ? സ്നേഹമോ അങ്ങേ കണ്ടവൻ പിന്നെ സ്നേഹിക്കാതെ ജീവിക്കുമോ? ദേഹിപ്പിക്കണം എന്നെ ആശേഷം സ്നേഹം നൽകണം എൻ പ്രഭോ. ദേഹിപ്പിക്കണം എന്നെ ആശേഷം സ്നേഹം നൽകണം എൻ പ്രഭോ. Yes, Pastor Alexander, please. ഇപ്പോൾ ഗുഡ്വിൻ ബ്രദർ ഒരു പ്രത്യാശ ഗാനം പാടുന്നു.
Jesus, for the cleansing. Are you washed in the blood of the Lamb? Are you only trusting in His grace? Are you washed in the blood of the Lamb? Are you washed in the blood, in the soul cleansing blood of the Lamb? Are you garments spotless, started white as snow? Are you washed in the blood of the Lamb? Despise the garment of stained with sin, and be washed in the blood of the Lamb. There's a fountain flowing for the soul complete. Oh, be washed in the blood of the Lamb. Are you washed in the blood, in the soul cleansing blood of the Lamb? Are you garments spotless, are they white as snow? Are you washed in the blood of the Lamb? For that morning when this life is over, home on God's lesson shore. And I'll fly away, oh, glory, I'll fly away. I die, hallelujah, by and by, I'll fly away. The shadow of this life is gone. I go from the prison bars it's warm. I'll fly away, oh glory, I'll fly away. And I die, hallelujah, by and by, I'll fly away. Weary days and then oh, and where joy shall never end. Oh, and I'll fly away, oh glory, I'll fly away. And I die, hallelujah, by and by, I'll fly away. I'll fly, hallelujah, by and by. I'll fly away. Oh. സ്തോത്രം, ഹല്ലേലൂയ. Anish Pastor, once again, on behalf of Church of God Muscat, I thank you for coming and preaching in the 3 days. God bless you, Pastor. നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് രാത്രികാലം നാം കേട്ടതായ ദൈവത്തിന്റെ വചനത്തെ ധ്യാനിച്ചും കടന്ന എല്ലാവരെയും ദൈവത്തിന്റെ കരങ്ങൾ സമർപ്പിച്ചും പ്രത്യേകമായി ദൈവവചന ശുശ്രൂഷ നിർവഹിച്ച കർത്താവിന്റെ ദാസൻ പാസ്റ്റർ അനീഷ് തോമസൻ കുടുംബത്തെ വഹിച്ചും ഗാന ശുശ്രൂഷയിൽ നമ്മെ സഹായിച്ച ഇവാഞ്ചലിസ്റ്റ് കെ പി രാജൻ ആ ടീമിനെ വഹിച്ചും നമ്മുടെ കർത്തദാസനെയും ദൈവത്തെ കരങ്ങൾ സമർപ്പിച്ചും എല്ലാവരെയും വഹിച്ചുകൊണ്ട് ഇപ്പോൾ ബ്രദർ ഐസക് മോനച്ചൻ പ്രാർത്ഥിക്കും. ദൈവനാമത്തിന് നന്ദിയുള്ള ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. മസ്കറ്റിലെ ദൈവസഭയോട് ചേർന്ന് ഈ കൺവെൻഷന്റെ അവസാനത്തെ ദിവസവും നിങ്ങളോട് ഒപ്പമായിരിക്കാൻ ദൈവമായ കർത്താവ് സഹായിച്ച ദൈവത്തിന്റെ കൃപകളെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ഞാൻ ഇവിടെ നിന്ന് പല കാര്യങ്ങൾക്ക് ശ്രദ്ധിക്കുകയായിരുന്നു. മസ്കറ്റിലെ ദൈവസഭയെ കൊണ്ട് കർത്താവ് ചെയ്യിക്കുന്ന അനുഗ്രഹീതമായ ശുശ്രൂഷകൾക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അതുപോലെ പാസ്റ്റർ അനീഷ് തോമസ് എനിക്ക് പേഴ്സണലി വ്യക്തിപരമായിട്ട് അറിയാവുന്നതാണ്. ഞാൻ കേരളത്തിന്റെ ഇങ്ങേയറ്റം തിരുവനന്തപുരത്ത് ഇരുന്നുകൊണ്ടാണ് സംസാരിക്കുന്നത്. ദൈവം കർത്താവിന്റെ ദാസനെ കരങ്ങളെടുത്ത് ഉപയോഗിക്കുന്ന വിധങ്ങളെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. റോബിൻ എന്നോട് ചോദിച്ചു ആരെങ്കിലും ഒരാളെ ഒന്ന് കിട്ടുമോ എന്ന് ചോദിച്ചു. പെട്ടെന്ന് എൻ്റെ മനസ്സിൽ വന്ന ഒരു പേരാണ് പാസ്റ്റർ അനീഷ് തോമസ്. അതിനുശേഷം കർത്താവിന്റെ ദാസൻ
ഇങ്ങനെ പറഞ്ഞപ്പോൾ പറഞ്ഞു, മസ്കറ്റിൽ ഇരുന്ന് എയർപോർട്ടിൽ ഇരുന്ന് 2 മണിക്കൂർ പ്രാർത്ഥിച്ച ആവശ്യം ഞാൻ കേട്ടു. അതിനുശേഷം ദൈവത്തിന്റെ ആത്മാവിന്റെ ഒരു പ്രവൃത്തി ആയിരിക്കണം ഇങ്ങനെ ഒരു അവസരം പാസ്റ്റർ അനീസ് തോമസിലൂടെ നമുക്ക് ലഭിച്ചത്. കഴിഞ്ഞ 3 ദിവസം രാത്രിയിലും അനുഷ്ഠിക്കപ്പെട്ടതായ ശുശ്രൂഷ കർത്താവദാസിലൂടെ ദൈവം നൽകി തന്നു. തീർത്തും ഇത് അസ്വാഭാവികമായിട്ടുള്ള ഒരു സംഗതിയല്ല, യാദൃച്ഛികമല്ല. ഇത് ദൈവത്തിന്റെ പദ്ധതിയിൽപ്പെട്ട ഒരു കാര്യമായതുകൊണ്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എല്ലാവരും ദൈവം ധാരാളമായിട്ട് അനുഷ്ഠിക്കട്ടെ. മസ്ല ദൈവസഭയെ ഓർത്ത് ഞങ്ങൾ എപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട്. പാസ്റ്റർ കുഞ്ഞു വർഗീസ് ഞങ്ങളുടെ മൂത്ത ജ്യേഷ്ഠനാണ്. അതുകൊണ്ട് ആ കുടുംബത്തെ ഓർത്ത് ഞങ്ങൾ പ്രത്യേകം ഓർത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്. അലക്സാണ്ടർ സാർ, അങ്ങനെ എല്ലാവരെയും ഓർത്ത് ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഞാൻ അധികം സമയം എടുക്കുന്നില്ല, നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം. ദൈവം കഴിഞ്ഞ ദിവസങ്ങളിൽ ദൈവമായ കർത്താവ് നമ്മെ സഹായിച്ചു, അത്ഭുതകരമായ വഴി നടത്തി. ആ ദൈവത്തിന്റെ കൃപകളെ ഓർത്ത് ഈ രാത്രിയിൽ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. എല്ലാവരും അല്പസമയം ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്നേഹവാനും പരിശുദ്ധനുമായ ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, നല്ല സമയത്തിനായി വീണ്ടും അങ്ങയെ സ്തുതിക്കുന്നു. അവിടുത്തെ പാതാന്തിയെ വീണ്ടും കടന്നു വരുവാൻ, അങ്ങയെ സ്തുതിപ്പാൻ, മഹത്വപ്പെടുത്തുവാൻ കർത്താവ് നൽകി തന്ന ഈ നല്ല സാവകാശത്തിനായി സ്തോത്രം ചെയ്യുന്നു. പ്രത്യേക ദീർഘനാളുകളായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തതുപോലെ കർത്താവെ ഒന്നിച്ച് കൂടി വരുവാനിടയായില്ലെങ്കിൽ ഈ ഉച്ചയിലൂടെ, വിർച്വൽ മീറ്റിങ്ങിലൂടെ, ഈ സൂം പ്ലാറ്റ്ഫോമിലൂടെ കർത്താവെ അങ്ങയുടെ സന്നിധിയിലേക്ക് കൂടി വരുവാൻ തക്കൊണ്ട് 25ാമത്തെ വർഷം കർത്താവ് നൽകി തന്ന ഈ നല്ല സാവകാശത്തിനായി നന്ദിയുള്ള ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. പ്രത്യേക മസ്കറ്റിലെ ദൈവസഭയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ആ സഭയിലൂടെ ചെയ്യിക്കുന്ന എല്ലാ ശുശ്രൂഷകൾക്കായി നന്ദി പറയുന്നു. കർത്താവെ ദേശത്തിന്റെ വിവിധങ്ങളായ സ്ഥലങ്ങളിലെ കർത്താവെ അങ്ങനെ കുഞ്ഞുങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ ശുശ്രൂഷകളെയും കർത്താവ് ധാരാളമായിട്ട് സമൃദ്ധിയായിട്ട് അനുഭവിക്കണമെന്ന് വിശേഷ പ്രാർത്ഥിക്കുന്നു. അന്ന് നേതൃത്വം കൊടുക്കുന്ന പ്രിയാദാസന്മാരെ, കർത്തദാസന്മാരെ, അവരുടെ കുടുംബങ്ങളെല്ലാം കർത്താവിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രത്യേക കഴിഞ്ഞ 3 ദിവസം രാത്രിയിലും കർത്താവിനെ ഒത്തൊരുമിച്ച് തിരുസന്നിധിയിലായിരിക്കാൻ കർത്താവ് കൃപ നൽകിയല്ലോ. കർത്താവിന്റെ വിലയേറിയ വാഗ്ദത്തങ്ങൾ, കർത്താവ് ഞങ്ങളുടെ വിലയേറിയ വചനങ്ങൾ അടിങ്ങൾ കേൾപ്പിച്ചതിനാൽ നന്ദിയുള്ള ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. പ്രത്യേക പാസ്റ്റർ അനീസ് തോമസിനെ കർത്താവെ കരങ്ങളെടുത്ത് ഉപയോഗിച്ചുവല്ലോ. കർത്താവെ അടിങ്ങളെ കൃത്യമായി കർത്താവെ പാലിക്കേണ്ടുന്നതായ കാര്യങ്ങൾ, അടിങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ എപ്പോഴും ശോധന ചെയ്ത് മുന്നേറേണ്ട ആ കാര്യങ്ങൾ ഇന്നത്തെ സന്ധിയിലും കർത്താവെ അങ്ങ് കേൾപ്പിച്ചതിനാൽ നന്ദി പറയുന്നു. കർത്താവെ അടിങ്ങളെ കർത്താവെ അങ്ങയുടെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്നു ഓർത്തുകൊണ്ട് എപ്പോഴും ഞങ്ങളെ തന്നെ കർത്താവ് ഒന്നുകൂടെ ഓർത്ത് അടിങ്ങളെ തന്നെ ഒന്നുകൂടെ നിർമ്മിച്ചുകൊണ്ട് കർത്താവ് ദിവസങ്ങളിലായിരിക്കാൻ കർത്താവ് സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ദാസിനെ കൂടുതലായിട്ട് വിലപ്പെടുത്തുകയും സഹായിക്കുകയും ശക്തിയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ കർത്താവ് മസ്കറ്റിലെ ദൈവസഭയ്ക്ക് വേണ്ടി വിശേഷം പ്രാർത്ഥിക്കുന്നു. പക്ഷേ കുഞ്ഞു വർഗീസിന് വേണ്ടി മോനിച്ചതിനെ കുടുംബമായിട്ട് അനുഗ്രഹിക്കുകയും സഹായം ചെയ്യുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ അലക്സാണ്ടർ സാറിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ വലിയൊരു സാന്നിധ്യം കൃപയും നൽകണമേ, കുടുംബത്തോടു കൂടി ഇരിക്കണമേ. അവിടെയുള്ള എല്ലാ കുടുംബങ്ങളെയും കർത്താവിന്റെ കാര്യങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കും. പ്രത്യേക കഴിഞ്ഞ 3 ദിവസവും കർത്താവ് ആത്മീയ ഗീതങ്ങളിലൂടെ കർത്താവെ അങ്ങേ സ്തുതിപ്പാൻ, മഹത്വപ്പെടുത്തുവാനും കർത്താവ് സഹായിച്ച് അങ്ങയുടെ പുണ്യകൃപയ്ക്കായി സ്തോത്രം നേതൃത്വം കൊടുത്ത പക്ഷേ KP രാജന് വേണ്ടി പ്രാർത്ഥിക്കുടുമായിട്ട് ആ ശുശ്രൂഷകളെ കർത്താവെ കൂട്ടുപ്രവർത്തകരെ, ആ ടീമിനെ എല്ലാവരെയും ഓർത്ത് അവരെ ധാരാളമായിട്ട് സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ഈ രാത്രിയിൽ കർത്താവ് തിരുസന്നിധിയോടെ വീണ്ടും അടുത്തുവരികയാണ്. കർത്താവിന്റെ വലിയൊരു സാന്നിധ്യ കൃപയും കൊണ്ട് അടിങ്ങളെ വീണ്ടും നിറച്ച് കർത്താവ് ഞങ്ങളുടെ ശുശ്രൂഷയെ കർത്താവ് പൂർവാധികം ശക്തിയോടെ ചെയ്യുവാൻ, അതാത് ഇടങ്ങളിൽ ഏൽപ്പിച്ചിട്ടും കാര്യങ്ങൾ വിശ്വസ്തയോടെ ചെയ്യുവാൻ എല്ലാവരെയും സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ കർത്താവെ ഈ മസ്കറ്റിലെ ദൈവസഭയെ, അവിടെയുള്ള എല്ലാ പ്രിയപ്പെട്ടവരെ, ഈ കർത്താവ് സൂം പ്ലാറ്റ്ഫോമിലായിരിക്കുന്നവരെ നിങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ അവരെ അനുഗ്രഹിക്കപ്പെട്ടവരായി തീരട്ടെ. വരുന്ന ദിവസങ്ങളിൽ കൂടുതലായിട്ട് അങ്ങേക്കായി ജോലിപ്പാൻ, പ്രകാശിപ്പാൻ കർത്താവരെ വീണ്ടും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കുറ്റമായിട്ട് അവിടുത്തെ കാര്യങ്ങളിൽ നിങ്ങളെ താഴ്ത്തി സമർപ്പിക്കുന്നു. മഹത്വവും മാനവും പോഴ്ചെല്ലാം അങ്ങേക്ക് യേശു ക്രിസ്തുവിന് തന്നെയുള്ള നാമത്തിൽ അപേക്ഷിക്കുന്നു. ദയ തോന്നി കേൾക്കുമാറാകണമേ. ആമേൻ. രാത്രി നമ്മളെ അനുഗ്രഹിച്ച നല്ല കർത്താവൻ കരങ്ങൾ ഉയർത്തി നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ സഹവാസം നാം എല്ലാവരോടും പ്രത്യേക ഇന്ന് രാത്രി നമ്മളെ കേൾപ്പിച്ച ദൈവവചനത്തിന്റെ സനാതന സത്യങ്ങളെ നമ്മുടെ ജീവിതത്തിലാക്കി ആ കൃപയോടുകൂടെ ആമേൻ സന്തോഷത്തോടുകൂടെ ആലയ കർത്താവിന്റെ വരവോളം ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. അറുക്കപ്പെട്ട കുഞ്ഞാടായ കർത്താവായ യേശു ക്രിസ്തുവിനെ മഹത്വം. ആമേൻ. കർത്താവായ യേശുവേ വരണമേ. കർത്താവിന് സ്തോത്രം. ദൈവം നിങ്ങൾ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രത്യേകിച്ച് കർത്താവിന്റെ ദാസന പാസ്റ്റർ അനീഷ്
ഒരു ദൈവികതമായിരുന്നു ഈ 3 ദിവസങ്ങൾ എന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. എല്ലാ പ്രിയപ്പെട്ട സന്തോഷത്തോടെ ആയിരിക്കുന്നുവല്ലോ. ദൈവത്തിന് സ്തോത്രം. ദൈവത്തെ അനുഗ്രഹിക്കപ്പെട്ട മുഹൂർത്തങ്ങൾ ദൈവം ഇനിയും നമുക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. പ്രിയരാജനെ ഓർത്തും പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. സമാധാനത്തോടെ മടങ്ങാം. കേട്ട ദൈവത്തിന്റെ വചനം നമ്മുടെ ജീവിതത്തിൽ അന്വർത്ഥമാക്കുവാൻ, പ്രാക്ടിക്കലി പ്രായോഗിക തലത്തിൽ അത് കൊണ്ടുവരുവാൻ ദൈവത്തിന് സ്തോത്രം. ഏത് കുടുംബത്തിനും കഴിയട്ടെ. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ കർത്താവ് വരാറായി. ശ്രദ്ധിക്കൂ. ഗ്ലോറി ടു ലോർഡ്. കന്മഷങ്ങളില്ലാത്ത, ദോഷചിന്തകളില്ലാത്ത ദൈവത്തിന് സ്തോത്രം. നന്മ നിറഞ്ഞ ജീവിതത്തിന് വേണ്ടി നമ്മളെ തന്നെ സമർപ്പിക്കാം. നമുക്കൊരുങ്ങാം. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഗ്ലോറി ഗ്ലോറി ഗ്ലോറി. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അലക്സാണ്ടർ പാസ്റ്റർ, പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. സിഡ്നി, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ജോബ്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ് പാസ്റ്റർ. പ്രൈസ് ദി ലോർഡ്. God bless you. പ്രൈസ് ദി ലോർഡ്. Praise the Lord, praise the Lord, praise the Lord. Praise God, hallelujah, praise the Lord. Steffi, God bless you. Hallelujah. Praise മോനിച്ച പാസ്റ്ററെ praise the Lord. സ്തോത്രം. the Lord, praise the Lord, praise the Lord. Praise the Lord, praise the Lord, God bless you. Praise the Lord. പിടിയാൻ നമ്മൾ. God bless you. Bye. God bless Praise the you. Lord. God bless you, Rajendra. Praise the Lord. Glory to Lord, hallelujah.